Yes, good morning. റെഡിയായോ എല്ലാവരും? നോട്ടൊക്കെ വെച്ച് ഞാനാണ് ലേറ്റ് ആയി അല്ലേ? അടുത്ത ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാൻ ഒരു മിനിറ്റ് വൈകിട്ട്. അതുകൊണ്ട് കാരണമാണേ മറന്നുപോയതൊന്നുമല്ല, ക്ലാസ്സിൽ നിന്ന് ഒരു മിനിറ്റ് അങ്ങോട്ട് ലേറ്റ് ആയിപ്പോയി ഇറങ്ങിയത്. ഓക്കെ, ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ദാറ്റ് ഈസ് അവർ ചാപ്റ്റർ അല്ലേ? അല്ലെ നമ്മൾ ചാപ്റ്റർ വായിച്ചൊക്കെ നോക്കണല്ലേ? യെസ്, പേജ് നമ്പർ എത്രയാ? 70 സംതിങ് ആണല്ലോ നിങ്ങൾ പറഞ്ഞത്. 102 മാം. എത്ര? 102. 1, 2. Yes. ഓക്കെ, യെസ്. അപ്പൊ നമ്മള് 102ാമത്തെ പേജിൽ വരെ എത്തി അല്ലേ? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് പഠിച്ചുകൊണ്ടിരുന്നത് പേഷ്യന്റ് റെക്കോർഡ്സിന്റെ പർപ്പസുകളാണ് അല്ലെ? എന്താണ്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മള് പേഷ്യൻസ് റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നതിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പർപ്പസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതുവരെയുള്ള പോയിന്റ് എടുത്തു? പോപ്പുലേഷൻ ഹെൽത്ത് വരെയാണ് നമ്മൾ എടുത്തത് അല്ലെ? പോപ്പുലേഷൻ ഹെൽത്ത് അല്ലെ എടുത്തു നിർത്തിയ പബ്ലിക് ഹെൽത്ത് തുടങ്ങി നമുക്ക് ഇനി എടുക്കാൻ. മൈക്രോഫോൺ ഒന്ന് ഓഫ് ചെയ്യട്ടെ, എന്തോ സൗണ്ട് വരുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ നിന്നല്ലാന്ന് തോന്നുന്നു. ഓക്കെ, സോ അപ്പൊ നമ്മള് ഇതെല്ലാം ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടി, അതായത് ബില്ലിംഗ് പർപ്പസിന് വേണ്ടി പോപ്പുലേഷൻ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പം ഒരു ഹോസ്പിറ്റൽസിനകത്തുള്ള ഇൻഫോർമേഷൻസ് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചാലാണ് ഇൻ ബിറ്റ്വീൻ പുറത്തുള്ള, അതായത് രോഗം വരാതിരിക്കുന്ന ആളുകൾക്ക് അത് ഇനി വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ്, മെഷേഴ്സ് എടുക്കാനുള്ള ചില ഇൻഫോർമേഷൻസ് പബ്ലിക്കിലേക്ക് പാസ് ചെയ്യാൻ, എന്ന് വെച്ചാൽ പൊതുജനങ്ങളിലേക്ക് അറിയിക്കാൻ. പോപ്പുലേഷന്റെ ആരോഗ്യം, പുറത്തുള്ള രോഗം വരാതിരിക്കുന്ന ആളുകളിലേക്ക് കൂടി ഇനിയും പല രോഗങ്ങളും പടരാതിരിക്കാനുള്ള ചില കാര്യങ്ങളില്ലേ, അതിനു വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ അത് വെച്ച് നോക്കി നമുക്ക് ഹൗ ക്യാൻ വി കൺട്രോൾ ഓർ പ്രിവെന്റ് സച്ച് ഡിസീസ്, ഇത്തരം രോഗങ്ങൾ നമുക്ക് എങ്ങനെ എന്താ പറയാ പ്രിവെന്റ് ചെയ്യാം അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാം, ഒരു പരിധി വരെയെങ്കിലും നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും, അതിനും പേഷ്യൻസിന്റെ ഹെൽത്ത് റെക്കോർഡുകളൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ലീഗൽ ഡോക്യുമെന്റേഷൻ വേണ്ടി, ഇഫ് സം മിസ് ഹാപ്പനിങ്സ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽസിൽ നടന്നാൽ അറിഞ്ഞുകൊണ്ടല്ല, അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നതായിരിക്കാം. പക്ഷെങ്കിലും നമ്മൾ അതൊക്കെ നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചില്ല എങ്കിൽ പിന്നീട്, അപ്പൊ വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ഇതുപോലുള്ള കേസസ് ഒക്കെ ഇങ്ങനെ കുത്തിപ്പൊക്കിയ ആളുകൾ കൊണ്ടുവരുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, കണ്ടിട്ടുണ്ടായിരിക്കും വാർത്തകളിലൂടെയും പറ്റുമൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എങ്കിലും എന്താണ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കണം. അതിൽ ഒരു പ്രോവർബ് തന്നെ അവർ പറഞ്ഞു, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡോക്യുമെന്റഡ് ഇറ്റ് ഈസ് നോട്ട് ഗിവൺ അല്ലെ? അതായത് ഇങ്ങനെ എന്തെങ്കിലും ഡോക്യുമെന്റിൽ എഴുതാത്തതുണ്ട്, എഴുതി ചേർക്കാത്തതുണ്ട് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നമ്മളിങ്ങനെ വാങ്ങോട്ട് പറയുന്നില്ല, ഞങ്ങൾ അത് കൊടുത്തിരുന്നു, അത് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു കാര്യവുമില്ല. കാരണം അത് കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പൊ ഡോക്യുമെന്റിൽ എന്താണോ, എന്ത് ട്രീറ്റ്മെന്റോ, എന്തെങ്കിലും തരത്തിലുള്ള സർജറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്തിയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതോ എന്താണെങ്കിലും അത് കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യണം. അപ്പൊ അതൊക്കെ ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ടും നമ്മുടെ ഹോസ്പിറ്റൽസിലെ പേഷ്യൻസിന്റെ റെക്കോർഡ് ഹെൽപ്പ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ പർപ്പസ്, ഹോസ്പിറ്റലില് ആർക്കൊക്കെയാണോ ഈ പേഷ്യന്റിന്റെ രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് വിതിൻ ദ ഹോസ്പിറ്റൽ, ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ, പരസ്പരം പല സ്റ്റാഫുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഷെയർ ചെയ്യേണ്ടി വരും അല്ലെ? പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ഡോക്ടേഴ്സിനെ മറ്റ് ഹോസ്പിറ്റൽസിലുള്ള ആളുകളിലേക്ക് സജസ്റ്റ് ചെയ്യുമ്പോൾ
ഇവരെ അങ്ങോട്ടേക്ക് റെഫർ ചെയ്യുമ്പോൾ ആ റെഫറൻസിലും നമ്മൾ എന്തൊക്കെ ഇവിടെ ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം പേഷ്യൻസ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് ഹാവ് ടു നോ തങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻസിനെ കുറിച്ചിട്ടൊക്കെ അറിയാൻ ആഗ്രഹം അല്ലെങ്കിൽ അവകാശം ഓരോ പേഷ്യൻസിനും തന്നെയുണ്ട്. അപ്പൊ അവർക്ക് കാണിക്കാനോ ഒക്കെ വേണ്ടി നമ്മൾ പേഷ്യൻസിന്റെ റെക്കോർഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പേഷ്യൻസിനെ കൊടുക്കുന്ന കെയറുകളെല്ലാം റെക്കോർഡ് ചെയ്ത് പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള ഫോക്കസ് എന്താ പറയാ പോപ്പുലേഷൻ ഫോക്കസിനെ തന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും പേഷ്യൻസ് റെക്കോർഡ് നമുക്ക് കീപ്പ് ചെയ്യാം. പിന്നെ കണ്ടിന്യൂം കെയർ ഇന്ന് മാത്രമല്ല 2 ദിവസം കഴിഞ്ഞ് രോഗം വന്നിട്ട് നമ്മൾ മരുന്ന് കൊടുത്തിട്ട് മാറിയിട്ടില്ലെങ്കിൽ വി ഹാവ് ടു കണ്ടിന്യൂ ദ കെയർ അല്ലെ, വീണ്ടും നമ്മൾ കെയർ കൊടുക്കേണ്ടി വരും. അപ്പൊ അത്തരം സാഹചര്യങ്ങളും നേരത്തെയുള്ള റെക്കോർഡ്സ് നോക്കിയിട്ടാണ് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. നെക്സ്റ്റ് വൺ പബ്ലിക് ഹെൽത്ത് ആണ്. അതായത് ആസ് എവറി സ്റ്റേറ്റ് എല്ലാ സ്റ്റേറ്റിന്റെയും ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് പബ്ലിക് ഹാവ് ടു എൻഷുർ ദാറ്റ് ദേ പ്രൊട്ടക്ട് ദർ സിറ്റിസൺസ് ഫ്രം ദർ പേഷ്യൻസ് റെക്കോർഡ്സ്. അതായത് ഓരോ ഹോസ്പിറ്റൽസിനും ഓരോ പോളിസി ഉണ്ട്. അതായത് തങ്ങളുടെ അടുത്ത് വരുന്ന എല്ലാ പേഷ്യൻസിനെയും ഓരോരുത്തരും ഓരോ പൗരന്മാരാണ്. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ് അതുപോലെ തന്നെ നമ്മുടെ ഫെഡറൽ എന്താ പറയാ എൻഷുർ ചെയ്യേണ്ടതാണ് ഓരോ പൗരന്റെയും ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത്, പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എല്ലാ ഹോസ്പിറ്റലും സ്വീകരിക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലും റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം. എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാ വരുന്ന പേഷ്യൻസിന്റെ ഒക്കെ റെക്കോർഡുകൾ അവിടെ കീപ്പ് ചെയ്യുന്നില്ല എങ്കിൽ അത് നമ്മളുടെ സിറ്റിസൺസിന്റെ ആരോഗ്യത്തെ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ആരോഗ്യത്തെ നമ്മൾ നല്ല രീതിയിൽ അതിന് വില കൊടുക്കുന്നില്ല എന്നാണ്. അപ്പൊ അത്തരം അൺഹെൽത്തി കണ്ടീഷൻസിൽ ഓരോരുത്തരുടെ ആരോഗ്യത്തിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത്തരം അവസ്ഥയിൽ അവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സ് എന്നുള്ള രീതിയിൽ നിയമാനുസൃതമായിട്ട് പേഷ്യൻസിന്റെ റെക്കോർഡ് കീപ്പ് ചെയ്യണമെന്ന് എല്ലാ ഫെഡറൽ സ്റ്റേറ്റും എൻഷുർ ചെയ്യുന്നുണ്ട്, ഉറപ്പുവരുത്തുന്നുണ്ട്. ക്ലിയർ ആയോ? പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ചില നിയമങ്ങൾ നിയമാനുസൃതമായിട്ട് അതുകൊണ്ട് പേഷ്യൻസിന്റെ റെക്കോർഡ് കീപ്പ് ചെയ്യണം. ഓക്കെ, അല്ല ഒരു സെന്റൻസേ ഉള്ളൂ, ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. യെസ്, അപ്പൊ നമ്മൾ ഇതെല്ലാം തന്നെ പേഷ്യൻസിന്റെ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നതിന്റെ പർപ്പസുകളാണ് നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. ഇതെല്ലാം അതായത് പബ്ലിക് ഹെൽത്ത്, പോപ്പുലേഷൻ ഹെൽത്ത്, ബില്ലിംഗ് ആൻഡ് റീഇംബേഴ്സ്മെന്റ് പർപ്പസിന്, റിസർച്ച് ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റിന്, ലീഗൽ ഡോക്യുമെന്റേഷൻ പർപ്പസിന്, കമ്മ്യൂണിക്കേഷൻ പർപ്പസിന്, പേഷ്യന്റ് കെയർ, കണ്ടിന്യൂം ഓഫ് കെയർ, എപ്പിസോഡ് ഓഫ് കെയർ, ഇതെല്ലാ കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ പേഷ്യൻസിന്റെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്നത്. And the next one we have to study what are the patient records which provide a legal document. പേഷ്യൻസിന്റെ റെക്കോർഡുകൾ ആസ് ലീഗൽ ഡോക്യുമെന്റ്സ്, ലീഗൽ ഡോക്യുമെന്റുകളായിട്ടും പേഷ്യന്റിന്റെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെയും പറഞ്ഞു, തൊട്ട് മുന്നില് ആ പർപ്പസിനകത്ത് പറഞ്ഞതാ. പേഷ്യൻസിന്റെ റെക്കോർഡുകളെല്ലാം തന്നെ ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് മാറാറുണ്ട്. ദാറ്റ് മീൻസ് കംപ്ലീറ്റ് ആൻഡ് അക്യുറേറ്റ് പേഷ്യന്റ് റെക്കോർഡ്സ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യണം. അത് നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണാൻ പാടില്ല, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ എന്താണോ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ്, അവര് ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നു, അതിന്റെ രജിസ്ട്രേഷൻ പോയിന്റില് നമ്മൾ ചീട്ടെടുക്കുന്ന സ്ഥലം അതാണ് രജിസ്ട്രേഷൻ പോയിന്റ്. അവിടുന്ന് മുതൽ അതിന്റെ അകത്തേക്ക് പ്രവേശിച്ച് വട്ടവർ ദേ ആർ പ്രൊവൈഡഡ്, അവർക്ക് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് എല്ലാം നമ്മൾ കൃത്യമായിട്ട് അക്യുറേറ്റ് ആയിട്ട് അത് കംപ്ലീറ്റ് ആയിട്ടും റെക്കോർഡുകൾ കീപ്പ് ചെയ്യണം. പകുതിക്കിട്ടൊക്കെ കുറച്ചൊക്കെ എഴുതി കുറച്ചൊക്കെ വിട്ട് കളഞ്ഞു അങ്ങനെ പറയില്ല, ഇൻകംപ്ലീറ്റ് ആവാൻ പാടില്ല, കംപ്ലീറ്റ് വേണം എന്ന് തന്നെയാണ് ഹോസ്പിറ്റൽസിന്റെ നിയമങ്ങൾ എന്താ പറയാ പറയേണ്ടത് അല്ലെങ്കിൽ ചെയ്യിപ്പിക്കേണ്ടത്. അതല്ല അപ്പോൾ അത് കുഴപ്പമില്ല ഇല്ല അങ്ങനെയൊന്നും വില കുറച്ചൊക്കെ ഒട്ടും നമ്മൾ കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ് പേഷ്യൻസിന്റെ റെക്കോർഡ്സ്. അത് എന്ന് പറയുന്നത് നമ്മുടെ പേഷ്യൻസിന്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഓൾറെഡി നമ്മളിപ്പോ ഇത്രയും പറഞ്ഞു. പ്ലാനിങ് ദ പേഷ്യന്റ് കെയർ, പേഷ്യന്റിന്റെ ആ കെയർ കൊടുക്കുന്നത് എന്താണെന്ന് നമുക്ക് പ്ലാൻ ചെയ്യാൻ മാത്രമല്ല ഇത് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ. പേഷ്യൻസ് റെക്കോർഡ് ഹെൽപ്സ് നോട്ട് ഓൺലി ഫോർ പ്ലാനിങ് ദ പേഷ്യന്റ് കെയർ പ്ലാൻ ചെയ്യാൻ മാത്രമല്ല, but also it helps to provide a legal document of care. ഒരു ലീഗൽ ഡോക്യുമെന്റ് ഓഫ് കെയർ എന്ന് വെച്ചാൽ നിയമാനുസൃതമായിട്ടുള്ള ആ ഒരു ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാം, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം പിന്നീട് എന്തൊക്കെയാണ് നമ്മൾ കൊടുത്തത്, ഏതെങ്കിലും തരത്തില് രോഗിക്ക് കൊടുക്കുന്ന മെഡിസിൻസിൽ നിന്ന് ഏതെങ്കിലും അപ്രിഫെക്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് രോഗിക്ക് ആ രോഗത്തെ ഒന്നുകൂടി വേഴ്സ്റ്റ് കണ്ടീഷനിലേക്ക്, മോശം കണ്ടീഷനിലേക്ക് പോകുകയോ ഈവൻ ഡെത്ത് വരെ സംഭവിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിനെല്ലാം നമുക്ക് എന്താ പറയാ ഒരു എവിഡൻസ് ആയിട്ട് പ്രൂഫ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്
ഈ പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ആണ്, ഇന്ന മരുന്നാണ്, ആ മരുന്ന് കൊണ്ട് മറ്റുള്ളവർക്ക് ആർക്കും ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. സോ അപ്പൊ അത് നമ്മള് ഈ പേഷ്യൻസിനും സെയിം സിറ്റുവേഷനിൽ കൊടുക്കുന്നു. സോ അങ്ങനെ വന്ന് കൊടുത്തു, പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വന്ന അബദ്ധമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് അതിനൊരു തെളിവായിട്ട് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് പേഷ്യൻസ് കെയർ കൊടുക്കുന്നത് പ്ലാൻ ചെയ്യാൻ മാത്രമല്ല ലീഗൽ റെക്കോർഡ്സ് ആയിട്ട് പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ റെക്കോർഡ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. സോ അത് എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ആ പേഷ്യൻസിന്റെ റെക്കോർഡിനകത്തുള്ള ഡാറ്റാസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കാം? അതൊരു പെർമനന്റ് റെക്കോർഡാണ്, പെർമനന്റ് ആണ്, അത് താൽക്കാലികമായിട്ട് ഉണ്ടാക്കുന്നത്. പെർമനന്റ് റെക്കോർഡ് വിച്ച് ഈസ് ഗിവൺ ഫോർ ദെയർ ഡയഗ്നോസിസ്, അവരെ പരിശോധിച്ചത്, അവർക്ക് കൊടുത്ത ട്രീറ്റ്മെന്റ്, അവരുടെ റെസ്പോൺസ് ടു ദ ടെസ്റ്റാമെന്റ്സ്, നമ്മൾ പല ടെസ്റ്റുകളൊക്കെ നടത്തി ആ ടെസ്റ്റിനോടുള്ള അവരുടെ റെസ്പോൺസ്, പിന്നെ എന്തൊക്കെ കേസസ് ആണോ അതൊക്കെ മാനേജ് ചെയ്യുന്നത്, ഓൾ ദീസ് തിങ്സ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദിസ് പർട്ടിക്കുലർ ഡാറ്റ. ഈ പേഷ്യൻസിന്റെ റെക്കോർഡ്സിൽ ഈ പറഞ്ഞ എല്ലാ ഡാറ്റയും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ പേഷ്യൻസ് റെക്കോർഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സോഴ്സ് ഡാറ്റ. സോഴ്സ് ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾക്ക് ഇപ്പൊ ലാബിൽ നിന്ന് കിട്ടുന്ന ഒരു പർട്ടിക്കുലർ ഡാറ്റ, ലാബിൽ കിട്ടുന്ന ഡാറ്റ, ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ കൊടുത്ത ഡാറ്റ, ഫാർമസിയിൽ നിന്ന് എന്തൊക്കെ മരുന്ന് കൊടുത്തു അതിന്റെ ഡാറ്റ, അതെല്ലാം ഓരോ സോഴ്സിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പൊ ദേ ഹാവ് ടു മെയിൻറ്റെയിൻ അതിന്റെ സീക്രസിയും അതുപോലെ തന്നെ അത് എങ്ങനെയൊക്കെയാണ് അത് കൃത്യതയോടെ ഉണ്ടാക്കുന്നത്, മാനേജ് ചെയ്യുന്നതൊക്കെ അതാത് സോഴ്സുകാർ തന്നെയാണ്. എവിടെ നിന്നാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് അതിന്റെ അക്യുറസിയും അതിന്റെ ട്രാൻസ്പെറൻസിയും എല്ലാം എൻഷുർ ചെയ്യുന്നത് ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. വേർ ദ ഇൻഫോർമേഷൻ ഇസ് ക്രിയേറ്റഡ്, ആ ഇൻഫോർമേഷൻ എവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഡോക്ടേഴ്സ് മരുന്ന് കുറിക്കുന്നുണ്ടെങ്കിൽ ആ ഡോക്ടേഴ്സിന് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പിന്നീട് മരുന്ന് കഴിക്കുന്ന രോഗിക്ക് ഇഫ് സംതിങ് ഹാപ്പൻസ് അത് ആ മരുന്നിന്റേതാണ്, അപ്പൊ കുറിച്ചു തരാൻ ഡോക്ടറാണ്, അത് കൊടുത്ത ഫാർമസിക്കാർക്കല്ല അതിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെ. അത് കുറിച്ചു കൊടുത്തത് ഡോക്ടർ ആണെങ്കിൽ അതിന്റെ വരായികള് ആ ഡോക്ടറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അപ്പൊ അത്രയും കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് മാത്രമേ ഇതെല്ലാം പ്രിസ്ക്രൈബ് ചെയ്യാനും, പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻസ് ആണ് ഫാർമസിയിൽ ചെന്നിട്ട് അത് തന്നെ അവർ കൃത്യമായിട്ട് അത് തന്നെയാണ് എടുത്തു കൊടുക്കുന്നതെങ്കിൽ അവരുടെ എന്താ പറയാ എന്തെങ്കിലും ഫോൾട്ട് വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള രോഗിക്ക് എന്തെങ്കിലും വന്നു, അപ്പൊ അത് അവരുടെ കുറ്റമല്ല, ഫാർമസിയിലെ കുറ്റമല്ല. സെയിം തിങ് വിൽ ഓൾസോ ഹാപ്പൻ. ചിലപ്പോ അവിടെ സംഭവിക്കും ഡോക്ടർ കുറിച്ചു കൊടുത്ത മരുന്ന് ഒന്ന്, പക്ഷെ അത് ഫാർമസിയിലെത്തിയപ്പോ ചിലപ്പോ അത് എന്താ പറയാ ഇൻകറക്റ്റ് ആയിട്ട് തെറ്റായിട്ട് വേറെ ഏതെങ്കിലും റിപ്ലേസ് ചെയ്ത് കൊടുത്തുവെങ്കിൽ അത് അവിടെ നിന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം ഡോക്ടർ കൃത്യമായിട്ടാണ് കൊടുത്തത്, പക്ഷെ അത് ഫാർമസിയിൽ നിന്ന് തെറ്റായിട്ട് തന്നു, അത് കഴിച്ച് രോഗിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായി. സോ ഏത് സോഴ്സിൽ നിന്നാണോ ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ദേ ആർ റെസ്പോൺസിബിൾ ടു മെയിൻറ്റെയിൻ, മാനേജ് എവറിഥിങ്. ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ അത്തരം കാര്യങ്ങളുമായിട്ട് ആ റെക്കോർഡ്സുമായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ മെയിൻറ്റെയിൻ ചെയ്യാനും മാനേജ് ചെയ്യാനും അവരാണ് റെസ്പോൺസിബിൾ. അപ്പൊ എന്ത് ചെയ്യണം? കൃത്യതയോടെ അത് പ്രൊവൈഡ് ചെയ്യണം. സോഴ്സ് കാര്യം എവിടെ നിന്നാണോ അത് കൊടുക്കുന്നത് ആ സോഴ്സിലെ പ്രൊവൈഡേഴ്സ് അത് കൃത്യമായിട്ട് അക്യുറേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പേഷ്യൻസ് റെക്കോർഡ്സ് ക്ലിയർ ആയോ? പേഷ്യൻസ് റെക്കോർഡ്സ് അങ്ങനെ കൃത്യതയോടെ ഉണ്ടാക്കി വെച്ചില്ല എങ്കിൽ ലീഗൽ ഡോക്യുമെന്റ് എന്നുള്ള പേരില് എന്ത് ചെയ്യേണ്ടി വരും? പല കാര്യങ്ങളും അത് അവര് ഫേസ് ചെയ്യേണ്ടി വരും ഹോസ്പിറ്റൽസ്. കാരണം പേഷ്യൻസ് റെക്കോർഡ് ആക്ട് ആസ് എ ലീഗൽ ഡോക്യുമെന്റ്, ഇതൊരു നിയമ അനുസൃതമായിട്ടുള്ള ഡോക്യുമെന്റ് ആയിട്ട് പേഷ്യന്റിന്റെ റെക്കോർഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പേഷ്യന്റിന്റെ റെക്കോർഡ് അത്രയ്ക്ക് പവർഫുൾ ആണ്. ആ പവർഫുൾ ആയിട്ടുള്ള റെക്കോർഡ് പവർഫുൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ അക്യുറസി ഒട്ടും തന്നെ കുറയാതെ കീപ്പ് ചെയ്യേണ്ടത് സോഴ്സ് പ്രൊവൈഡേഴ്സ് ആണ്. എവിടെ നിന്നാണോ ആ റെക്കോർഡ്സ് കൊടുക്കുന്നത് അവരതിന് റെസ്പോൺസിബിൾ ആണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, സോ നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് സെക്കൻഡ് സെന്റൻസ് ആണ്. എന്ത്? ദേ സെർവ് എന്ന് പറയുമ്പോൾ ദേ എന്നുള്ളത് പേഷ്യന്റ് റെക്കോർഡാണ്. പേഷ്യന്റ് റെക്കോർഡ് not only serve as a basis for planning patient care but also as the legal record documenting the care that was provided to the patients. പേഷ്യൻസിന് കൊടുക്കുന്ന കെയറുകൾ കൃത്യമായിട്ട് നിയമപരമായിട്ട് വെക്കുക എന്നുള്ളതും എന്തിന്റെ പേഷ്യന്റ് റെക്കോർഡുകളുടെ എന്താ പറയുക പർപ്പസ് ആണ്. അതല്ലാതെ പേഷ്യന്റിന്റെ കെയർ പ്ലാൻ ചെയ്യാൻ മാത്രമല്ല. ദേന്ന് മാറ്റി അവിടെ പേഷ്യൻസ് റെക്കോർഡ്സ് എന്ന് തന്നെ ചേർത്ത് വായിച്ച് പഠിക്കണം. ഓക്കെ, യെസ്. അപ്പോ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേപ്പർ അല്ലെ, ഒരുപാട് ഇങ്ങനെ പേപ്പറുകളുടെ കുന്നാരം പോലെ പേപ്പറുകൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടായിരുന്നു ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻസ് ഒക്കെ എന്താ പറയാ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നത്. പണ്ടൊക്കെ അങ്ങനെയായിരുന്നല്ലോ. പക്ഷെ അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകളും പോരായ്മകളും ഒക്കെ ഉണ്ട്.
പിന്നീട് അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് എന്താ പറയാ ഈ ഇൻഫർമേഷൻസ് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി കഴിഞ്ഞപ്പോ അത് ലീഗൽ ഹെൽത്ത് റെക്കോർഡുകളും അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം സ്ട്രേറ്റ് ആയിട്ട് വേറെ ആൾക്കാരിലൊക്കെ ഫോർവേഡ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. പേപ്പറുകളാകുമ്പോൾ അല്ലെങ്കിൽ ഫയലുകളിൽ നമ്മൾ പേപ്പർ റെക്കോർഡ്സ് ആയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് പിന്നീട് ഇപ്പോ നമ്മള് ഇതെല്ലാം നമ്മൾ സേവ് ചെയ്യുന്നത് കൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, റെക്കോർഡ്സ് ഒക്കെ ഹാൻഡ് ഓവർ ചെയ്യാം അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. അതെന്ന് പറയുന്നത് എന്താ പറയാ പല കാര്യങ്ങൾക്കും ഹോസ്പിറ്റൽസിന്റെ മറ്റ് ഡോക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്യാനോ വേറെ ഏതെങ്കിലും ആളുകൾക്ക് കൊടുക്കാനോ ഓൾ തിങ്സ് ആൻഡ് ഈവൻ ദേ ക്യാൻ ബി സബ്കൊളൈഡ് ആസ് ലീഗൽ ഡോക്യുമെന്റ്. മാത്രമല്ല ഇത് നമുക്ക് സബ്കൊളൈ എന്ന് പറയുന്ന ഒരു വാക്കോട് ചേർത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ടു പ്രൊവൈഡ് ആസ് ആൻ എവിഡൻസ്. കോടതിയിലൊക്കെ എന്താ പറയാ ഒരു എവിഡൻസ് പ്രൂഫ് എന്നുള്ളത് പോലെ ഈ ലീഗൽ ഹെൽത്ത് റെക്കോർഡുകളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനൊക്കെ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ അതിന്റെ കോപ്പീസ് നമുക്ക് എടുത്തിട്ട് കൊണ്ടുപോകാം. അല്ല കോപ്പി വേണ്ട, ഇന്നിപ്പോ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഇന്റർനെറ്റ് സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് എവിടെയും ഇരിക്കുന്ന ആളുകൾക്ക് നമുക്കത് സെൻഡ് ചെയ്ത് പ്രൊവൈഡ് ചെയ്ത് എന്താ പറയാ അവരുടെ ആ ഒരു ട്രാൻസ്പെറൻസി, നമ്മള് കുറ്റക്കാരൊന്നുമല്ല, നമ്മൾ ഇങ്ങനെയൊക്കെയാ ചെയ്ത വ്യക്തതയുണ്ട്, അതിനൊരു പ്രൂഫ് ഉണ്ട് എന്നൊക്കെ നമുക്ക് ഒരു കോർട്ടിലെ ഡിസബിളിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിന്റെയൊക്കെ അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ പരിശോധിച്ചിട്ടൊന്നും എഴുതി വെച്ചാൽ നമുക്കൊന്നും ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. അത് നമുക്കറിയാലോ, കാര്യം മനസ്സിലായില്ലേ? ലീഗൽ ഹെൽത്ത് റെക്കോർഡുകൾ, അതായത് പേഷ്യൻസിന്റെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമാനുസൃതമായിട്ടുള്ള ചില കാര്യങ്ങൾ, അത് പ്രധാനമായിട്ടും വലിയ വലിയ ഓപ്പറേഷൻസ് സർജറീസ് ഒക്കെ നടത്തുമ്പോഴില്ലേ, നിങ്ങൾക്കറിയാലോ പലപ്പോഴും നമുക്കും എക്സ്പീരിയൻസ് ചെയ്യപ്പെടേണ്ടി വന്നിട്ടുള്ള ഒരു കാര്യമാണ് വലിയ സർജറി. ഇപ്പൊ സി സെക്ഷൻസ് ഒക്കെ സിസേറിയൻ ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ട് പിടിക്കും. നമ്മള് അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയാ ബൈസ്റ്റാൻഡേഴ്സ്, ഏറ്റവും അടുത്ത റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്ന അനസ്തേഷ്യ കൊടുക്കേണ്ടി വരും. അപ്പൊ അതുപോലെ തന്നെ അതുകൊണ്ട് ചില ആളുകൾക്ക് എന്തെങ്കിലും വൈകാരികളൊക്കെ വന്നാലോ, അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ടാണ് അവരെ അറിയിക്കാണ്ടതൊന്നും ചെയ്തിട്ട് പിന്നീട് അത് പറ്റി പറയാൻ പറ്റില്ല. അപ്പൊ ബൈസ്റ്റാൻഡേഴ്സിനെ കൊണ്ട് ഏറ്റവും അടുത്ത റിലേറ്റീവ്സ് ഭാര്യമാരൊക്കെ നടത്തുമ്പോ ഹസ്ബൻഡ്സിനെ വിളിച്ചിട്ട് അറിയിക്കരുത് ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ കൺസേൺ, അല്ലെങ്കിൽ അവരത് എന്താ പറയാ സമ്മതിക്കുന്നതിന്റെ ആ ഒരു ഇത് ഒപ്പിട്ടൊക്കെ വാങ്ങിച്ചു വെക്കും. ആ ഒപ്പിട്ട് വാങ്ങിച്ചു വെച്ചതൊക്കെ അവിടെ സൂക്ഷിക്കണം. അല്ല പിന്നീട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ഇവിടെ നിന്ന് സൈൻ ചെയ്യാണ്ട് നമ്മൾ വാങ്ങിച്ചു, അവിടെ നമ്മളുടെ രീതിയിൽ നമ്മളുടെ ഒരു വേഗം തന്നെ തീർത്തു, അങ്ങനെ പിന്നീട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നത് ആര് പറഞ്ഞിട്ട് ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പിന്നീട് വാക്കുതർക്കങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ അത്തരം ലീഗൽ ഡോക്യുമെന്റുകളെല്ലാം, ദാറ്റ് മീൻസ് ദ സൈൻഡ് പേപ്പർ, അങ്ങനെ സൈൻ ചെയ്ത് വാങ്ങിച്ച പേപ്പേഴ്സ് ഒക്കെ കൃത്യമായിട്ട് വെക്കണം അല്ലെ. അപ്പൊ അത് കൃത്യമായി ചില സാഹചര്യങ്ങൾ, ചില സിറ്റുവേഷൻസിൽ പെട്ടെന്ന് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താ പറയാ ഈ സമ്മതം കൺസെന്റ് ഒക്കെ വാങ്ങിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ആസ് ഫാർ ആസ് പോസിബിൾ ഏറ്റവും എങ്ങനെയെങ്കിലും അത് വാങ്ങിച്ചു വെക്കാവുന്നതാണ്. കാരണം ലീഗൽ ഹെൽത്ത് റെക്കോർഡുകൾ ഇറ്റ്സ് ആൻ എവിഡൻസ് which can be forwarded at the court itself. അല്ലെ, അവരുടെ ആ ഒരു ട്രാൻസ്പെറൻസി, തങ്ങളുടെ സത്യസന്ധത, ഫെയ്ത്ത്ഫുൾനെസ് ഒക്കെ അറിയിക്കാനുള്ള ഒരു എവിഡൻസ് തന്നെയാണ്. അല്ലെങ്കിൽ എന്ത് പറ്റും, അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്ന പാരഗ്രാഫില്. അതായത് നമുക്ക് അതിനകത്തൊന്നും വലിയ കാര്യമായിട്ടൊന്നും അണ്ടർലൈൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഈ ഹെൽത്ത് റെക്കോർഡുകളൊക്കെ കീപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് 2013 ONCs നാഷണൽ ലേണിംഗ് കൺസോർട്ടിയം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലീഗൽ ഹെൽത്ത് റെക്കോർഡിനെ കുറിച്ച് കുറെ പോളിസീസ്, എന്താണ്ടൊക്കെ എങ്ങനെയുള്ള റെക്കോർഡുകളാണ് ലീഗൽ റെക്കോർഡുകൾ, ഡോക്യുമെന്റ് എന്നുള്ളതിന്റെ കുറെ എന്താ പറയാ നിയമങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടെംപ്ലേറ്റ് എന്താ പറയാ എല്ലാ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിനും ഒരു ഗൈഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2013 ONCSന്റെ നേതൃത്വത്തില് നാഷണൽ ലേണിംഗ് കൺസോർട്ടിയം ഒരു ലീഗൽ ഹെൽത്ത് റെക്കോർഡുകളുടെ ടെംപ്ലേറ്റ്, ഹൗ ഇറ്റ് ബി, അതെന്തായിരിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ചില ഗൈഡ് ലൈൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് അതിനകത്ത് ആ റെക്കോർഡ്സിനെ സംബന്ധിക്കുന്ന ഇന്ന കാര്യങ്ങളാണ് ലീഗൽ ഹെൽത്ത് റെക്കോർഡായിട്ട് വരിക. എല്ലാ റെക്കോർഡും ലീഗൽ റെക്കോർഡായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ രജിസ്ട്രേഷൻ പോയെങ്കിലും അത് ചീട്ട് എഴുതിയ കാര്യം അതൊന്നും ലീഗൽ റെക്കോർഡൊന്നും ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല. അതങ്ങനെ ഇതായിട്ട് വെക്കണമെന്നില്ല. അതിന്റെ പേരും മറ്റു കാര്യങ്ങളും ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി എടുത്തു. അതല്ലാതെ ഇതുപോലുള്ള വലിയ വലിയ കുറച്ച് എമർജൻസിയും അതുപോലെ തന്നെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കുമ്പോഴാണ് അല്ലെ
അതാണ് ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന പേഷ്യന്റ് എന്താ പെട്ടെന്ന് ഭയങ്കര സീരിയസ് എമർജൻസിയിൽ കൊണ്ടുവന്നു. അപ്പൊ ആ ആള് എന്താ പറയാ അപ്പൊ തന്നെ മരിക്കും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഓൾറെഡി വലിപ്പ ജീവനുണ്ടായിരുന്നു, പിന്നെ എന്ത് സംഭവിച്ചു, അതിനുവേണ്ട ചികിത്സ കൊടുക്കാത്തത് കൊണ്ട് ആ ചികിത്സ പിഴവ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ സോ വിച്ച് ആൾ ഡോക്യുമെന്റ്സ് ഹാവ് ടു ബി കെപ്റ്റ് ആസ് ലീഗൽ ഡോക്യുമെന്റ്സ്, എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് വെക്കേണ്ടത് എന്നതിനെ സംബന്ധിക്കുന്ന ചില പോളിസീസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ടെംപ്ലേറ്റ് 2013 OMCയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ ഒരു സൈറ്റിലുണ്ട്. ഈ ഒരു സൈറ്റ് അവിടെ ഏറ്റവും അവസാനം കൊണ്ടുവരുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പറയുന്നത്. നമുക്ക് ഇതിന്റെ ഒന്നും വലിയ ആവശ്യമില്ല. www.healthhit.gov/sites/default/files/legal health policy എന്ന് പറയുന്ന ടെംപ്ലേറ്റ്, അതിന്റെ ഒരു ഡോക്സ് ആണ്. ദാറ്റ് മീൻസ് ഒരുപാട് ഹെൽത്ത് റെക്കോർഡുകൾ ഏതൊക്കെയാണ് അത് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഹോസ്പിറ്റൽസിനും ഗൈഡായിട്ട് സൂക്ഷിക്കാം. ഇത് ഇന്നത് അത് ലീഗൽ റെക്കോർഡായിരിക്കണം. അപ്പൊ അതുകൊണ്ട് അത് മാറ്റി വെക്കും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയുള്ള ഗൈഡ് ലൈൻസ് ആണ് ഈ പറഞ്ഞ കാര്യത്തിലുള്ളത് ഈ സൈറ്റിനകത്ത്. ക്ലിയർ ആയോ? എന്താണ് അവിടെ അങ്ങനെ ഒരു സാധനം സൈറ്റൊക്കെ എടുത്ത് വെച്ചേക്കണെന്ന് നമുക്ക് ചിലപ്പോ തോന്നും. അത് ഇത് പറയാൻ വേണ്ടിയിട്ടാ. അതായത് ഏതൊക്കെ ഹോസ്പിറ്റൽസിന് ഒരു ഗൈഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്ത്, വാട്ട് ഓൾ ഡോക്യുമെന്റ്സ് ഹാവ് ടു ബി ലീഗലി എന്താ പറയാ കെപ്റ്റ്, ലീഗലായിട്ട് സൂക്ഷിക്കേണ്ട ഡോക്യുമെന്റുകൾ ഏതൊക്കെയാണ് എന്നതിനെ സംബന്ധിക്കുന്ന ഗൈഡ് ലൈൻ ആണ് ഈ ഒരു ടെംപ്ലേറ്റിനകത്തുള്ളത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, അവിടെ നമുക്ക് അണ്ടർലൈൻ ചെയ്യാനൊന്നുമില്ല. അപ്പൊ ലീഗൽ നേച്ചർ ഓഫ് പേഷ്യൻസ് റെക്കോർഡ്. അപ്പൊ നമ്മുടെ പേഷ്യൻസിന്റെ റെക്കോർഡ്സിന് പ്രധാനമായിട്ടുള്ള ഒരു സ്വഭാവമാണ് ലീഗലാണ്. അത് നിയമാനുസൃതമായിട്ടുള്ള റെക്കോർഡുകളാണ് ഓരോ പേഷ്യൻസിനും ഉള്ളത്. അപ്പോ എന്താ പറയാ ആ ഒരു രീതിയിലാണ് ഓരോ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിനും എന്ത് ചെയ്യേണ്ടത്, അവരുടെ ആ പോളിസീസ് അനുസരിച്ച് they have to make the legal documents. ഈ റെക്കോർഡുകളെല്ലാം തന്നെ എന്ത് ചെയ്യണം, ലീഗൽ ഡോക്യുമെന്റുകളായിട്ട് വെക്കേണ്ടത് കൃത്യമായിട്ട് അതനുസരിച്ച് വെക്കണമെന്ന് എല്ലാ സ്റ്റേറ്റ് മീൻസ് നമ്മുടെ കൺട്രിയിൽ എല്ലാ സ്റ്റേറ്റ്സും they have to make some requirements, specific requirements. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ ലീഗൽ ഡോക്യുമെന്റിന്റെ വേണ്ട ആവശ്യകതകൾ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയുള്ളതൊക്കെ ലീഗൽ ഡോക്യുമെന്റ് ആണ് എന്നുള്ളത് അവരൊക്കെ നിശ്ചയിച്ച് ക്രിയേറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വ്യക്തമായതും കൃത്യമായതുമായിട്ടുള്ള റെക്കോർഡ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കി പോയാൽ മതി. അടുത്തത് പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ്സ് ആണ്, PHR. പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ കോമൺ ടൈപ്പ് ഓഫ് ഹെൽത്ത് റെക്കോർഡ്. പേഷ്യൻസിനെ സംബന്ധിക്കുന്ന വിശദമായ വിവരങ്ങളാണ് പേഷ്യന്റ് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് എന്ന് പറയുന്ന പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ദ പേഴ്സണൽ ഹെൽത്ത് കെയർ, ആ വ്യക്തിക്ക് കൊടുക്കുന്ന വ്യക്തിപരമായിട്ടുള്ള ഹെൽത്ത് കെയർ. അതിന് അതായത് ആരാണ് എന്താണെന്ന് മനസ്സിലാക്കാൻ, ഇൻഡിവിജ്വലിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി, അതായത് ഏതാണ് ആ പേഷ്യന്റ്, ആ പേഷ്യന്റിന്റെ പേരും മറ്റു കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെക്കോർഡാണ് പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ്. സ്പെല്ലിംഗ് നോക്കണം, PRSONA, വ്യക്തിപരമായിട്ടുള്ള ഹെൽത്ത് റെക്കോർഡാണ്. അതായത് ഏത് പേഷ്യന്റിന്റെയാണ്, അതാരാണ്, അവരുടെ ID നമ്പറോ മറ്റു കാര്യങ്ങളൊക്കെ. അപ്പൊ പേഴ്സണൽ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻസ് ആയിരിക്കും പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ്സിൽ ഉണ്ടായിരിക്കുക. ഇനി അവിടെ പറയുന്നുണ്ട് അക്കോർഡിംഗ് ടു PHR ഷോർട്ട് ഫോം ഉണ്ട് കേട്ടോ. പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ്സിന് PHR എന്ന ഷോർട്ട് ഫോം കൊടുത്തിട്ടുണ്ട്. അമേരിക്കൻ ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജ്മെന്റ് അസോസിയേഷൻ, AHIMA. ഏതൊക്കെയാണ് ആ ഷോർട്ട് ഫോം ഒന്ന് പഠിച്ചു വെച്ചേക്കണം. അതിന്റെ ഫുൾ ഫോം അമേരിക്കൻ ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജ്മെന്റ് അസോസിയേഷൻ, AHIMA. 2016 PHR കുറിച്ച് ഒരു ചെറിയ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എന്താ അത്? PHR എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൂൾ, ഇതൊരു ഉപാധിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ഉപാധിയാണ്? To collect, track and share past and current information about your health or the health of someone in your care. നമ്മളുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ നമ്മളുടെ കീഴിൽ നമ്മളുടെ സംരക്ഷണത്തിലുള്ള ഒരു വ്യക്തി, ചിലപ്പോ എന്താ പറയാ ആ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് ഇപ്പൊ ഉള്ളതും പിന്നെ നേരത്തെ ഉള്ളതുമായിട്ടുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാനോ അവിടെ കളക്ട് ചെയ്യാനോ അവരെ ആരാണെന്നത് ട്രാക്ക് ചെയ്യാനോ ഒക്കെയുള്ള ഒരു ഉപാധിയാണ്. ഇന്ന ആളാണ്, ആൾക്ക് എത്ര വയസ്സുണ്ട്, ആൾക്ക് എന്ത് രോഗമായിട്ടാ വന്നത്, ആരാണ് ആൾക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്ന
ഒരു ചെറിയ പേഴ്സണൽ ഇൻഫർമേഷൻ അത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ടൂൾ ആണ് നമ്മളുടെ പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ് എന്നാണ് ആര് പറയുന്നത് AHIMA 2016 നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡെഫിനേഷൻ അപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. എന്നുവെച്ചാൽ അത് വെച്ചിട്ടാണ് ആ പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ് വെച്ചിട്ടാണ് ആളെ മനസ്സിലാക്കുക. ആളെ കുറിച്ചുള്ള ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യണോ? ഓൾറെഡി ആളെ മനസ്സിലായാൽ നമുക്ക് അവരുടെ ഡാറ്റാസും കളക്ട് ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ അതാണ് ക്ലിയർ ആയോ? എന്താണ് AHIMA definition to PHR? അതൊന്ന് അണ്ടർലൈൻ ചെയ്യണേ. According to the American Health Information Management Association, AHIMA 2016, a PHR is a tool to collect, track and share current information about your health or the health of someone in your care. ഓക്കെ, നമ്മളുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഇപ്പോഴുള്ളതും നേരത്തെ ഉള്ളതും നമ്മുടെ കീഴില് നമ്മുടെ സംരക്ഷണത്തിലുള്ള ആരെങ്കിലെയും ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇപ്പോഴതും മുമ്പുള്ളതും ഒക്കെ ആയിട്ടുള്ള ആളുകളുടെ ഡാറ്റാസ് നമുക്ക് കളക്ട് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് PHR. ഇനി ഈ പേഴ്സണൽ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ മറ്റ് ഹെൽത്ത് റെക്കോർഡുകൾ നമുക്ക് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അത് പ്രൊവൈഡ് ചെയ്യുന്നു. എന്നാൽ ഇതൊരു പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. സോ ഇറ്റ്സ് നോട്ട് എ ലീഗൽ ഡോക്യുമെന്റ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പേഷ്യൻസിന്റെ റെക്കോർഡുകൾ എന്താണ് ലീഗൽ ഡോക്യുമെന്റുകളായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ഡോക്യുമെന്റ് അന്നേരം ഞാൻ പറഞ്ഞു എല്ലാ പേഷ്യൻസ് റെക്കോർഡ്സും ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് മാറ്റിവെക്കണമെന്നില്ല. ചില പ്രത്യേക തരമുണ്ട്. അതാണ് ആ മറ്റേ സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പോളിസീസ് എങ്ങനെയുള്ള ഏത് ടൈപ്പ് ഓഫ് റെക്കോർഡ്സ് ആണ് ഷുഡ് ബി കെപ്റ്റ് ആസ് ലീഗൽ ഡോക്യുമെന്റ്സ്, എന്താണ് ഏത് ടൈപ്പ് ഓഫ് റെക്കോർഡുകളാണ് നമുക്ക് ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് വെക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചതാണ് ആ മറ്റേ ONCയുടെ ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ആ ടെംപ്ലേറ്റ് ഡോക്സിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ് പറയുകയാണ് അത് ഒരിക്കലും ഒരു ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിനകത്ത് പേഴ്സണൽ ഹെൽത്ത് കെയർ ആണ്, ആളുടെ വ്യക്തിപരമായിട്ടുള്ള കെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അതൊരു എന്തല്ല ലീഗൽ ഡോക്യുമെന്റ് അല്ല എന്നുള്ള കാര്യം ഒരു വ്യത്യാസമാണ് മറ്റ് റെക്കോർഡ്സിൽ നിന്ന് കേട്ടോ. അപ്പൊ അതും ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. APHR differs from health record and maintained by the health care organization or provider and it does not serve as a legal document of care. അണ്ടർലൈൻ ചെയ്യാം. ലീഗൽ അല്ല എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ കുറെ കാര്യമൊന്നും അവോയ്ഡ് ചെയ്യാനല്ല, എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടായിരിക്കണം. പക്ഷെ അത് ലീഗൽ ഡോക്യുമെന്റ് അല്ല എന്ന് ആ ഒരു പർപ്പസിന് വേണ്ടി നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ലീഗൽ ഡോക്യുമെന്റിന് വേണ്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? AHIMA ഫുൾ ഫോം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. നമ്മളത് ഓൾറെഡി ആ ഒരു ഡെഫിനിഷനിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൂടി ഉണ്ട്. ഡെഫിനിഷൻ മാത്രമല്ല എക്സ്പാൻഡഡ് ഫോം ഓഫ് AHIMA കൂടി പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് പേഷ്യന്റ് റെക്കോർഡ് കണ്ടന്റുകളാണ്. നമുക്ക് എന്തൊക്കെയാണ് പേഷ്യന്റിന്റെ റെക്കോർഡിൽ ഉണ്ടായിരിക്കേണ്ട കണ്ടന്റുകൾ? ഇഷ്ടംപോലെ കണ്ടന്റുകൾ ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഇങ്ങനെ ഓരോന്നോരോന്ന് വീണ്ടും നമുക്ക് പഠിക്കാണ്ട് കണ്ടന്റുകൾ പ്രധാനമായിട്ടും ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ, പ്രോബ്ലം ലിസ്റ്റ്, മെഡിക്കേഷൻ റെക്കോർഡ്, ഹിസ്റ്ററി ആൻഡ് ഫിസിക് ആണ്, പ്രോഗ്രസ് നോട്ട്സ്, കൺസൾട്ടേഷൻ, ഫിസിഷ്യൻസ് ഓർഡർ, imaging and X-ray reports, laboratory reports, consent and authorization forms, pathology reports, operative report, discharge summary, claim content. ഇത്രയും കാര്യങ്ങളൊക്കെ പേഷ്യന്റ് റെക്കോർഡ്സിന്റെ കണ്ടന്റുകളായിട്ട് വരുന്നുണ്ട്. നമുക്ക് എന്താണ് ഓരോന്ന് 1 by 1 ആയിട്ട് നോക്കാം. പേഷ്യന്റ് റെക്കോർഡ് കണ്ടന്റ്സ് എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കേണ്ട ഉള്ളടക്കം, എന്തൊക്കെ കാര്യങ്ങൾ പേഷ്യന്റ് റെക്കോർഡ്സിനകത്ത് വേണം എന്നുള്ളത് സംബന്ധിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് AHIMA തന്നെയാണ് പറയുന്നത്. സ്പെസിഫിക് ആയിട്ട് പേഷ്യന്റ് റെക്കോർഡ്സിന്റെ കണ്ടന്റ് അതിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് എന്താണ് ഹോസ്പിറ്റലിന് ആവശ്യം അതനുസരിച്ചും, അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു ദ സ്റ്റാൻഡേർഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഹോസ്പിറ്റൽസിന്റെ സ്റ്റാൻഡേർഡ് റൂൾസ് അനുസരിച്ചും പേഷ്യൻസ് റെക്കോർഡ്സ് നമ്മൾ കൃത്യമായിട്ട് അതിന്റെ ഉള്ളടക്കങ്ങൾ സൂക്ഷിക്കണം.
അതായത് നമ്മൾ അപ്പോ അതിനകത്ത് പേഷ്യൻസിന്റെ ഇൽനെസ്, അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറി ആണെങ്കിൽ അത്, ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ്, ഫെസിലിറ്റീസ് പ്രൊവൈഡഡ്, എത്തരം ടൈപ്പ് ഓഫ് ഹെൽത്ത് കെയർ ആണ് കൊടുത്തത്, ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ആൻഡ് ഓൾസോ ആ പേഷ്യന്റിന് അവരെ കുറിച്ചുള്ള എന്താ പറയാ രോഗങ്ങൾ നമ്മൾ ചികിത്സിക്കുമ്പോൾ അവർക്ക് കൊടുത്ത സർജറീസ് എല്ലാ കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ് വരിക. മൊത്തത്തില് ഒരുപാട് കാര്യങ്ങൾ പേഷ്യൻസിന്റെ റെക്കോർഡ്സിനകത്ത് നമുക്ക് കണ്ടന്റ് ആയിട്ട് സൂക്ഷിക്കേണ്ടി വരുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാട്ടാ. ഫോളോയിങ് സെന്റൻസ് അല്ല, സെക്കൻഡ് സെന്റൻസ്. സ്പെസിഫിക് patient record content is determined to a large extent by external requirements, standard and regulation. അവിടെ വരെ പേഷ്യന്റിന്റെ റെക്കോർഡിൽ സ്പെസിഫിക് ആയിട്ട് വേണ്ട കണ്ടന്റുകളാണ്. അത് ഹോസ്പിറ്റൽസിന്റെ റിക്വയർമെന്റ്സ്, സ്റ്റാൻഡേർഡ്, റെഗുലേഷൻ അനുസരിച്ചിട്ടാണ്. ഇനി ഇതിന്റെ കണ്ടന്റുകളാണ് നമുക്ക് ഇനി താഴെ ഉള്ളത്. എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന കണ്ടന്റുകൾ എന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. എന്താണ് കണ്ടന്റുകൾ എന്ന് നമുക്ക് നോക്കിയാൽ മതി. അറിയില്ലേ? പേഷ്യൻസിന്റെ റെക്കോർഡ്സിനെ കുറിച്ചിട്ട്, അതിന്റെ കണ്ടന്റിനെ കുറിച്ചിട്ട് ഒരു ജനറൽ ഓവർവ്യൂ, ഒരു കാഴ്ചപ്പാട് നമുക്ക് തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ഹെഡിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ ഹെഡ് വായിച്ചാൽ മതിയായിരുന്നു നമുക്ക്. ഇതിന്റെ ഉള്ളില് കാര്യങ്ങളുണ്ട്. അതായത് പേഷ്യന്റിന്റെ റെക്കോർഡുകൾ അതിനകത്ത് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ഉണ്ടായിരിക്കേണ്ട കണ്ടന്റുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഐഡന്റിഫിക്കേഷൻ സ്ക്രീനിങ് ആണ്. അതായത് നമുക്കറിയാം ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഓഫ് എ പേഷ്യന്റ് ഈസ് ദെയർ ഐഡന്റിഫിക്കേഷൻ. അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് ഇഷ്ടംപോലെ ആൾക്കാർ വന്നുകൊണ്ട് കാലത്തോടെ വൈകുന്നേരം വരെ അല്ലെ, ഒ പി തീരുന്ന സമയം വരെ, പിന്നീട് ഒ പി കഴിഞ്ഞാലും എമർജൻസിയിൽ വന്നിട്ട് കാണിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ വന്നു പോകുമ്പോ വിച്ച് പേഷ്യന്റ് അല്ലെങ്കിൽ ആരാണ്, എന്ത് ടൈപ്പ് ഓഫ് രോഗമാണ്, ഏത് വയസ്സുള്ളതാണ്, ഇതൊക്കെ നമുക്ക് അറിയില്ല. അപ്പൊ ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ എന്ന് പറയുന്ന ഇൻഫർമേഷൻ വിച്ച് ഈസ് ടു ബി കളക്റ്റഡ്, അതായത് ആളുടെ രോഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓർ രജിസ്ട്രേഷൻ പോയിന്റിൽ വരുന്നു. ആ രജിസ്ട്രേഷൻ ചീട്ട് കൊടുക്കുന്ന സമയത്ത് തുടങ്ങി മുതല് എന്താ പറയാ ആ പേഷ്യന്റിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഇൻഫോർമേഷൻസും ഇൻക്ലൂഡ് ചെയ്യാം. അതാണ് ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് എന്താ പറയാ അറ്റ്ലീസ്റ്റ് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം? പേഷ്യൻസിന്റെ നെയിം ഉണ്ടായിരിക്കണം, ദയർ അഡ്രസ്, അവരുടെ പേര്, പിന്നെ അവരുടെ ടെലിഫോൺ നമ്പർ, പിന്നെ ഇൻഷുറൻസ് ഉള്ള ആളാണോ അല്ലയോ, അല്ലെ, ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസിന്റെ നമ്പർ, ഇൻഷുറൻസ് ആണോ ഉള്ള ആളാണോ. ഇപ്പൊ നമുക്കറിയാം മെഡിക്ലെയിം ഇൻഷുറൻസ് ഒക്കെ ഇന്നത്തെ എല്ലാവരും കോമൺ ആയിട്ട് എടുക്കുന്നതാണ്. കാരണം ഓരോ ദിവസവും നമ്മള് പലതരത്തിലുള്ള രോഗങ്ങളാണ് ഓരോ ദിവസവും ആളുകൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഹ്യൂജ് എമൗണ്ട് നമുക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ വരുന്നുണ്ട്. അവരുടെ ബില്ല് കണ്ടിട്ട് കണ്ണു തള്ളി പോകും അല്ലെ. അപ്പൊ അത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ ഇപ്പൊ ഈ ലോകത്ത് ജീവിക്കുന്നത്. ബിക്കോസ് അങ്ങനത്തെ ഒരു എന്താ പറയാ അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ ക്ലൈമാറ്റിക് കണ്ടീഷൻസിലുണ്ടാകുന്ന വ്യത്യാസം, ഗ്ലോബലൈസേഷൻ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് എന്താണ് നമ്മൾ ഓരോ ദിവസവും ദിനം പ്രതി അല്ലെങ്കിൽ എന്താ പറയാ രോഗിയായിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്തായാലും ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ നമ്മളിങ്ങനെ ഒരു പരിധി ആകുമ്പോഴേക്കും നമ്മളിങ്ങനെ കടന്നു പിടിക്കും. സോ അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യും? ഈ പറയുന്ന ഹ്യൂജ് എമൗണ്ട് ഹോസ്പിറ്റൽസിൽ എന്താ പറയുക വലിയ എമൗണ്ട് ഒക്കെ കൊടുത്ത് നമ്മൾ അവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആയി പല ചികിത്സയ്ക്ക് വിധേയമാകുമ്പോൾ നമുക്ക് ഒത്തിരി പൈസ ഫിനാൻഷ്യൽ ലോസ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. സോ അതിനെ എന്താ പറയാ മുന്നിൽ കണ്ടുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, ഒത്തിരി ആളുകൾ ഇന്ന് മെഡിക്ലെയിം ഇൻഷുറൻസിനകത്തൊക്കെ എന്താ പറയാ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മെഡിക്ലെയിം ഇൻഷുറൻസുകൾ എടുക്കുന്നുണ്ട്. സോ ആ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിന്റെ നമ്പർ, ഇൻഷുറൻസ് പോളിസിയുടെ നമ്പർ, അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ഡയഗ്നോസിസ്, ഏതൊരു ആളെ ഡോക്ടറെ കണ്ടു അല്ലെങ്കിൽ ആളെ അഡ്മിറ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്ചാർജ്, ഇങ്ങനെയുള്ള അത്രയും കാര്യങ്ങളെങ്കിലും ഐഡന്റിഫിക്കേഷൻ സ്ക്രീനിൽ ഉൾപ്പെടുത്തിയിരിക്കും. അതാണ് ഐഡന്റിഫിക്കേഷൻ സ്ക്രീനാണ് ഫസ്റ്റ് ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കണ്ടന്റ്. പേഷ്യന്റ് റെക്കോർഡിന്റെ ഏറ്റവും ആദ്യത്തെ കണ്ടന്റ് ഇതാണ് ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ. ഇറ്റ് സ്റ്റാർട്ട്സ് അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ ഓർ അഡ്മിഷൻ. ഒരു പേഷ്യന്റിനെ രജിസ്റ്റർ ചെയ്ത് ആ രജിസ്ട്രേഷൻ പോയിന്റിലോ അല്ലെങ്കിൽ ആളെ കിടത്തി അഡ്മിറ്റ് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ഇൻഫോർമേഷൻസ് ഒക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. പ്രധാനമായിട്ടും അറ്റ്ലീസ്റ്റ് ഐഡന്റിഫിക്കേഷൻ സ്ക്രീനിൽ ഉണ്ടായിരിക്കേണ്ട ഇൻഫോർമേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെ വേണം? പേഷ്യൻസിന്റെ പേര്, നെയിം, അഡ്രസ്, ഇതെന്താ അവരുടെ ടെലിഫോൺ നമ്പർ, ഇൻഷുറൻസ് കാരിയർ ആണെങ്കിൽ പോളിസി നമ്പർ, ആൻഡ് ഓൾസോ പേഷ്യൻസിന്റെ ഡയഗ്നോസിസ്, ഡിസ്പോസിഷൻ, ഡിസ്ചാർജ്, ഓൾ ദീസ് തിങ്സ് ഇതെല്ലാം ഐഡന്റിഫിക്കേഷൻ സ്ക്രീനിൽ ഉൾപ്പെടുത്തണം.
ഇനി ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ വിച്ച് വിൽ ബി റെക്കോർഡഡ് ബൈ ദ ഫിസിഷ്യൻ. ആരാണ് രോഗീനെ നോക്കിയത്, ആ രോഗീനെ നോക്കിയ ഡോക്ടറുടെ പേര് അതുണ്ടാവുമല്ലോ, കണ്ടിട്ടുണ്ട്. എന്താ പറയാ, ഇപ്പൊ ഡോക്ടേഴ്സിന്റെ തന്നെ അവരുടെ ലക്ഷപ്പാടിനകത്തൊക്കെ ആണെങ്കിൽ അവിടെ ലാസ്റ്റ് പേരും ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ സൈൻ മാത്രമേ എഴുതുള്ളൂ അല്ലെ. ഇനി ആ ഡയഗ്നോസിസ് ഏതെങ്കിലും രീതിയിൽ കോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം മെഡിക്കൽ ടെർമിനോളജി മാത്രമല്ല മെഡിക്കൽ കോഡിംഗ് നടക്കുന്നുണ്ട് അല്ലെ. മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ ടേംസ് ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചിട്ട് ആ മെഡിക്കൽ ടേംസ് പോലെ തന്നെ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് സ്റ്റാഫുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അതുകൂടാതെ മെഡിക്കൽ കോഡിംഗും ഉണ്ട്, പല കാര്യങ്ങളും കോഡ് രൂപത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഡയഗ്നോസിസ് കോഡിംഗ് രൂപത്തിലാണെങ്കിൽ അതും എന്താ പറയാ, നമ്മള് എന്താ പറയാ നേരത്തെ പഠിച്ചിട്ടുണ്ട് അതിന്റെ കാര്യങ്ങൾ. കോഡിങ്ങിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടില്ല. അതൊക്കെ നമ്മൾ ചെയ്ത് കൃത്യമായിട്ടാണ് ഓരോ ആളുകളും ഡോക്ടേഴ്സ് അവരത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും കോഡ് ചെയ്തിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഐഡന്റിഫിക്കേഷൻ സ്ക്രീനിങ് ഉണ്ടാക്കുന്നത്. കോഡ് ചെയ്തിട്ടില്ല, ആ കോഡ് എന്താണ്, ഓരോ പേഷ്യൻസിനെ കോഡ് ചെയ്ത് അവരുടേതായ രീതിയിൽ കോഡ് ചെയ്യുന്നുണ്ട്. അത് അവര് മറ്റുള്ളവർക്ക് മനസ്സിലാവുള്ളൂ, നമുക്ക് മനസ്സിലാവുന്ന നിർബന്ധമില്ല. അപ്പൊ ഈ ഒരു ഡാറ്റ, ഈ ഐഡന്റിഫിക്കേഷൻ സ്ക്രീനിങ് ഡാറ്റ അവര് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ക്ലിനിക്കൽ പർപ്പസ്, അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ്, അപ്പൊ രോഗിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു ഡാറ്റ അവർക്ക് ഐഡന്റിഫിക്കേഷൻ സ്ക്രീനിൽ ഉള്ള ഡാറ്റാസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ക്വിക്ക് വ്യൂ ഓഫ് ദ ഡയഗ്നോസിസ്, ആ രോഗിയുടെ രോഗത്തെ കുറിച്ചുള്ള ഒരു ക്വിക്ക് വ്യൂ അല്ലെ, പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ കണ്ടെത്താനൊക്കെ സാധിക്കും. ഓക്കെ, പിന്നെ ഇൻഷുറൻസ് റീഇംബേഴ്സ്മെന്റിന് വേണ്ടിയിട്ടും അതുപോലെ മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും ഒക്കെ ഈ പറയുന്ന ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ ആണ് ഫസ്റ്റ് കണ്ടന്റ്, ഒന്നാമത്തെ കണ്ടന്റ് പേഷ്യന്റ് റെക്കോർഡ്സിന്റെ. ക്ലിയർ ആണോ? മനസ്സിലായല്ലോ? അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസ് പറയാം. ഇൻഫോർമേഷൻ ഫൗണ്ട് ഓൺ ദ ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ of a health or medical record originates at the time of registration or admission. Information നമ്മൾ ഐഡന്റിഫിക്കേഷൻ സ്ക്രീനിലുള്ള ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് കണ്ടെത്തുന്നത് എവിടെന്നാ, അതായത് ആ റെക്കോർഡ് ഉത്ഭവിക്കുന്നത് തന്നെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അഡ്മിഷന്റെ ആ ഒരു പോയിന്റിൽ നിന്നാണ്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. പിന്നെ അടുത്ത സെന്റൻസും the identification data generally includes at least the patient's name, address, telephone number, insurance carrier and policy number, as well as the patient's diagnosis and disposition at discharge. Okay, അത്രയും കാര്യങ്ങൾ ഐഡന്റിഫിക്കേഷൻ സ്ക്രീനിൽ വേണം. ആ രണ്ട് സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഓക്കെ, യെസ്. അടുത്ത കണ്ടന്റ് എന്താണ്? പ്രോബ്ലം ലിസ്റ്റ് ആണ്. പ്രോബ്ലം ലിസ്റ്റ്. Patient record must also contain some problem list which identifies specific illness. രോഗിയുടെ രോഗം, സ്പെസിഫിക് ആയിട്ടുള്ള രോഗം എന്താണ്, അല്ലെങ്കിൽ ആൾക്ക് കൊടുത്ത ആളില് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു, ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആ പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വല്ല പ്രൊസീജിയറോ വല്ല ടെസ്റ്റുകളോ വല്ല സർജറീസോ മറ്റു കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്തത്, അതെല്ലാം ഉൾപ്പെടുന്ന ഒരു ഇൻഫോർമേഷൻ. അതാണ് പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറയുന്നത്. പേഷ്യന്റിന്റെ റെക്കോർഡുകളിൽ പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണ്. എന്താണ് ആ രോഗിയുടെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള രോഗം, എന്തൊക്കെ ഓപ്പറേഷൻസ് ആ പേഷ്യന്റിൽ നിന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തു, ഓൾ ദീസ് തിങ്സ്. അതാണ് പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എന്താ പറയാ, സാധാരണ ആ ഒരു പ്രോബ്ലം, ആ രോഗിക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് അത് കൃത്യമായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ഒറ്റ സിംഗിൾ എപ്പിസോഡ് ഓഫ് ട്രീറ്റ്മെന്റിലല്ല, അല്ലാതെയും പിന്നീട് എപ്പോഴെങ്കിലൊക്കെ വീണ്ടും കണ്ടിന്യൂയിങ് ഓഫ് കെയറിന് വേണ്ടി വന്നാലും നമുക്ക് ഇത് ഉപയോഗിച്ച് ബാക്കിയുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ പ്രൈമറി ആയിട്ടുള്ള ആരാണോ, ഏത് ഫിസിഷ്യൻ ആണോ ആ ഒരു പേഷ്യന്റിനെ നോക്കുന്നത്, അപ്പൊ ആള് അത് തയ്യാറാക്കി. സോ ഇഫ് ദ പേഷ്യന്റ് ഹാസ് ടു ബി റെഫേർഡ് ടു എനി അതർ വൺ,
മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഈ ഒരു റെഫറൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് കൂടി ചിലപ്പോൾ അവർക്ക് നോക്കേണ്ടി വരും, ഇവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. അപ്പൊ പ്രോബ്ലം ലിസ്റ്റ് അത് തയ്യാറാക്കുന്നത് ഫിസിഷ്യൻസ് അറ്റ് ദ ഫസ്റ്റ് ടൈം. നമ്മൾ ആദ്യമായിട്ട് ചെല്ലുന്ന ഫിസിഷ്യൻ ആണ് തയ്യാറാക്കുന്നത്, അല്ലെങ്കിൽ പ്രൈമറി കെയർ ഫിസിഷ്യൻ ആണ് എങ്കിലും അത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് എപ്പോഴും സൂക്ഷിക്കേണ്ടതാണ്. ഏത് പ്രൈമറി കെയർ കൊടുക്കുന്ന ഫിസിഷ്യൻസ് തയ്യാറാക്കുന്ന റെക്കോർഡ് പ്രോബ്ലം ലിസ്റ്റ്. ദാറ്റ് മീൻസ് ദ പ്രോബ്ലം ഓഫ് ദ പേഷ്യന്റ്. പേഷ്യന്റിന്റെ കൃത്യമായ പ്രശ്നം എന്താണ്, ആളിന് നമുക്ക് കണ്ടെത്താൻ പറ്റിയ എക്സ്പീരിയൻസ് എന്താണ്, ഇതൊക്കെ തന്നെയാണ് പ്രോബ്ലം ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? പ്രോബ്ലം ലിസ്റ്റ്. Patient records frequently contain a comprehensive problem list which identifies significant illness and operations the patient has experienced. Sentence underline ചെയ്യാം. പ്രൈമറി കെയർ കൊടുക്കുന്ന ഫിസിഷ്യൻ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഓരോ മറ്റ് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ കൊടുക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെന്റുകളോ അല്ലെങ്കിൽ റെക്കോർഡ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. അതാണ് പ്രോബ്ലം ലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്താൽ മതി. Clear? Yes. Next one, medication record. Medication record എന്തായിരിക്കും? Medication recordine medication administration record എന്നും പറയാറുണ്ട് കേട്ടോ. Medication administration record, which is short abbreviated as MAR. Medication administration record എന്ന് പറയാറുണ്ട്. ഇതിനകത്ത് എന്തായിരിക്കും? It includes the list of medicines prescribed. അതായത് രോഗിക്ക് ഡോക്ടർമാര് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകളുടെ ലിസ്റ്റ്. അതാണ് അത്. എന്നിട്ട് ആ മരുന്നാണല്ലോ നമ്മളുടെ പേഷ്യൻസിന് കൊടുക്കുന്നത്. അപ്പൊ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസിന്റെ ഒരു ലിസ്റ്റ്, അതാണ് മെഡിക്കേഷൻ റെക്കോർഡ് അല്ലെങ്കിൽ മെഡിക്കേഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് എന്തുകൂടി ഉൾപ്പെടുത്തുന്ന അറിയാം. പക്ഷെ അതിനകത്ത് ഇഫ് സം മെഡിസിൻസ് ഹാവ് സം അലർജീസ്, ഏതെങ്കിലും തരത്തിലുള്ള മെഡിസിൻസിന് രോഗിക്ക് എന്തെങ്കിലും അലർജി ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതും നോട്ടിഫൈ ചെയ്യണം, റെക്കോർഡ് ചെയ്യണം അവരുടെ മെഡിക്കേഷൻ റെക്കോർഡ്സിൽ. ഇന്ന ഇത് ആൾക്ക് അലർജിയാണ്. കാരണം പിന്നീട് ചിലപ്പോ വീണ്ടും അതേ രോഗമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രോഗമായിട്ടോ വരുമ്പോ ആ ഒരു കണ്ടന്റുള്ള മെഡിസിൻസ് ആ രോഗിക്ക് കൊടുക്കാതിരിക്കുന്നതായിരിക്കും ഉചിതം. സോ അങ്ങനെയുള്ള അലർജിക്കൽ ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ടെങ്കിൽ അതും അവിടെ നോട്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്. And the nursing personnel will be in charge or responsible for documenting and maintaining medication information. മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് ഡോക്യുമെന്റ് ചെയ്യാനും അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന് പറയുന്നത് നഴ്സിംഗ് പേഴ്സണൽ. നഴ്സിംഗ് പേഴ്സണൽ ആരാണോ ആളെ ഡീൽ ചെയ്ത ആ ഒരു സ്റ്റാഫാണ് അതിന് ഉത്തരവാദിത്തപ്പെട്ടത്. ബിക്കോസ് അവരാണ് റെസ്പോൺസിബിൾ ഫോർ അഡ്മിനിസ്ട്രേറ്റിംഗ് ദ മെഡിക്കേഷൻ. പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഫിസിഷ്യൻ ആണെങ്കിലും ഡോക്ടർമാരാണ് അവരുടേതായ രീതിയിൽ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മെഡിസിൻ എഴുതി കൊടുക്കുന്നത്. ചിലപ്പോൾ വാക്കുകൊണ്ട് പറയുന്നതായിരിക്കാം, എഴുതി കൊടുക്കുന്നതായിരിക്കാം. ആ മെഡിസിൻ എടുത്തു കൊടുക്കുന്നത് നഴ്സസ് ആണ്. അപ്പൊ അവരാണ് അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. ഏതെങ്കിലും മെഡിസിൻ കൊടുക്കുമ്പോൾ ഇതിന്റെ രീതിയിൽ അതൊക്കെ കൃത്യമായിട്ട് വളരെ കെയറിങ്ങിലൂടെ തന്നെ ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ നഴ്സിംഗ് പേഴ്സണല് തന്റെ ഉത്തരവാദിത്തമാണ് ആ കൊടുക്കുന്ന മെഡിസിൻസ് കൃത്യമായി ഡോക്യുമെന്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, അക്യൂട്ട് ആയിട്ട് കെയർ കൊടുക്കുക എന്നുള്ളത്. ബിക്കോസ് മറ്റവര് ഫിസിഷ്യൻസ് അത് എഴുതുന്നു അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നു മരുന്ന്, പക്ഷെ കൊടുക്കുന്നത് ഇവരായതുകൊണ്ട് കൃത്യമായിട്ട് അത് നോട്ട് ചെയ്യണം. അലർജി ഒക്കെ ഉണ്ടെങ്കിൽ അതും നോട്ട് ചെയ്ത് അവിടെ ഡോക്യുമെന്റിൽ വെക്കണം മെഡിക്കേഷൻ റെക്കോർഡിൽ. ക്ലിയർ ആയോ? മനസ്സിലായോ? മെഡിക്കേഷൻ റെക്കോർഡ് സംടൈംസ് കോൾഡ് എ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റെക്കോർഡ് എന്നുള്ളത് MAR എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. അത് ഫുള്ളും എനിക്ക് തോന്നുന്ന അണ്ടർലൈൻ ചെയ്യാനുണ്ട്, ഫുള്ളും അതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ്. This record lists medicines prescribed for and subsequently administered to the patient. പേഷ്യൻസിന് കുറിക്കുന്നതും പേഷ്യൻസിലേക്ക് എത്രയും പെട്ടെന്ന് കൊടുക്കേണ്ടതുമായിട്ടുള്ള മെഡിസിൻസിന്റെ ലിസ്റ്റ് ആണ് ഇതിനകത്ത് വരിക. ഏതില് മെഡിക്കേഷൻ റെക്കോർഡിൽ വരിക. ദിസ് റെക്കോർഡ് എന്നുള്ളത് ദിസ് മാറ്റി മെഡിക്കേഷൻ റെക്കോർഡ് തന്നെ ചേർത്ത് വായിച്ചു പഠിക്കണം. പിന്നെ ഇതിനകത്ത് ഇൻക്ലൂഡ്സ് എനി മെഡിക്കേഷൻ അലർജീസ്
the patient may have. പേഷ്യന്റിന് ഏതെങ്കിലും തരത്തിലുള്ള അലർജി ഉണ്ടെങ്കിൽ അതും ഇതിനകത്ത് റെക്കോർഡ് ചെയ്യണം. പിന്നെ നഴ്സിംഗ് പേഴ്സണിലാണ് ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ. കാരണം ഡോക്ടർമാര് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് എഴുതിയോ അല്ലെങ്കിൽ വാക്കാൽ പറഞ്ഞതോ ഉള്ള മെഡിസിൻസ് ഒക്കെ അത് കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആള് നഴ്സിംഗ് പേഴ്സണലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഡോക്യുമെന്റ് ചെയ്യേണ്ടതും നഴ്സിംഗ് പേഴ്സണൽ തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞ അതെനിക്ക് തോന്നുന്ന ആ പാരഗ്രാഫ് മൊത്തം അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടായിരിക്കും ബുദ്ധി. അതാണ് അത് കൂടുതലുണ്ട്, എല്ലാം ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എഴുതിയോ? അണ്ടർലൈൻ ചെയ്തോ? യെസ്. അടുത്തത് ഹിസ്റ്ററി ആൻഡ് ഫിസിക്. ഫിസിക് എന്ന് മതി, ഫിസിക്സ് എന്നില്ല. PHYSIC യോജിച്ചത് QUE എന്നാണ്. ഫിസിക് മീൻസ് ഫിസിക്കൽ അപ്പിയറൻസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് എഴുതണം, അതിന് വേണ്ട PHYSIQUE ആണോ? അങ്ങനെ എഴുതിയിട്ടുണ്ടോ നിങ്ങളുടെ നോട്ടില്? പ്രാവശ്യം തിരുത്തി കൊടുത്തിരുന്നു, തിരുത്തി വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതോ ഇല്ല. CS മാറ്റിയിട്ട് അവിടെ സിയും എസ് മാറ്റിയിട്ട് അവിടെ PHYSIQUE ആക്കിക്കോട്ടാ. ഫിസിക് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ അപ്പിയറൻസ്, നമ്മളുടെ ശരീരത്തിന്റെ ഘടന, അതിന് പുറമേ ഉള്ള അപ്പിയറൻസ്. രോഗം പുറമേക്കൂടി മാത്രം നോക്കിയാലും മനസ്സിലാവില്ല. ആന്തരികമായിട്ടുള്ള രോഗങ്ങളുടെ റിഫ്ലക്ഷൻ ആണ് നമ്മുടെ ശരീരത്തിന്റെ പുറത്തേക്ക് പ്രകടമാകുന്നത് അല്ലല്ലോ. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ഹിസ്റ്ററി ആൻഡ് ഫിസിക് ആണ് ഇവിടെ. ഫിസിക് എന്ന് ഉദ്ദേശിക്കുന്നത് ബോഡി, നമ്മുടെ അപ്പിയറൻസ് ആണ്. രോഗത്തിന്റെ ലക്ഷണം പ്രകടമാകുന്നത് മുഖത്തും ശരീരത്തിലൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇതിനകത്ത് ഹിസ്റ്ററി ഓഫ് ദ പേഷ്യന്റ് ആൻഡ് ഓൾസോ ദ ഫാമിലി. ചിലപ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനോട് അവരുടെ എന്താ പറയാ ചില രോഗങ്ങളൊക്കെ നമ്മൾ പറയുമ്പോ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നമുക്ക്. ഇതിന് പ്രീവിയസ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. കൂടാതെ എങ്ങനെയാ ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടോ, അച്ഛനോ അമ്മയ്ക്കോ ഈ ഒരു എന്തെങ്കിലും ഇപ്പൊ ഷുഗർ ഒക്കെ വരുമ്പോ ആൾക്കാർ ഡോക്ടേഴ്സ് ചോദിക്കാറുണ്ട് അല്ലെ. ഫാമിലിയിൽ ആർക്കെങ്കിലും ഷുഗർ ഉണ്ടോ, അച്ഛനോ അമ്മയ്ക്കോ ഷുഗർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കൂലേ? ഉണ്ടാ? ചോദിക്കോ? അതെ. അപ്പൊ നമ്മുടെ ഹിസ്റ്ററിയാണ്, നമ്മളുടെ പേഷ്യന്റിന്റെ ഹിസ്റ്ററി, പേഷ്യന്റിന്റെ ഫാമിലി ഹിസ്റ്ററി. ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ രോഗവുമായി ബന്ധപ്പെട്ടുള്ള ഹിസ്റ്ററി മാത്രം പറഞ്ഞാൽ മതി, വേറെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പൊ ഇതൊക്കെ അപ്പൊ ഈ സം ടൈപ്പ് ഓഫ് ഇൽനെസ് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങള് ഒക്കെ അതൊക്കെ പറയാൻ വേണ്ടിയിട്ട് അതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതൊക്കെയാണ് ആളുടെ ഹിസ്റ്ററി. ഏതെങ്കിലും തരത്തിലുള്ള സർജറി നടത്തി, നേരത്തെ അതിനുള്ള സർജറി നടത്തുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഈ പറയുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ റെക്കോർഡ് സൂക്ഷിക്കുക. ഹിസ്റ്ററി ആൻഡ് ഓൾസോ റിഗാർഡിംഗ് ദ സിഗ്നിഫിക്കന്റ് ഫാമിലി ഹിസ്റ്ററി ഓഫ് ദ പേഷ്യന്റ്. ആ പേഷ്യന്റിന്റെ ഫാമിലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും ഡിസീസ്, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഹെൽത്ത് ഹാബിറ്റ്, ഇത് അച്ഛന്റെ അല്ലെങ്കിൽ അമ്മയുടെ ഒക്കെ പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്നതാ, അല്ലെങ്കിൽ ഇപ്പൊ എന്ത് മെഡിക്കേഷൻസ്, എന്തൊക്കെ മരുന്നുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ പറയുന്ന രോഗത്തിന് അല്ലെ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതാക്കാനാണ് നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുക. അതായത് പേഷ്യന്റിന്റെ ഹിസ്റ്ററി എന്ന് ഉദ്ദേശിക്കുന്നത്. സോ the history should be provided by the patient himself or herself. അപ്പൊ ആ ഹിസ്റ്ററി പ്രൊവൈഡ് ചെയ്യുന്നത് ആരാ? ഞാൻ എന്നെ കുറിച്ചാണ് ചോദിക്കണമെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കണം, ഡോക്ടറോട് ഇങ്ങനെയൊക്കെയാണ്, വീട്ടിൽ ഇന്ന ആൾക്കുണ്ട്, അങ്ങനെയൊക്കെ തന്നെ. അല്ലെങ്കിൽ ആൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആരെങ്കിലും എന്ന് വെച്ചാൽ ആൾക്കുടെ ബൈസ്റ്റാൻഡർ, അതായത് someone acting on his or her behalf. ചിലപ്പോ രോഗിക്ക് അതൊക്കെ ചിലപ്പോൾ ഷെയർ ചെയ്യാനുള്ള പറ്റിയിരുന്ന അവസ്ഥയിലായിരിക്കില്ല. അപ്പൊ ആരാണ് കൂടെ ഉള്ളത്, ബിഹാഫ് ആയിട്ട് ആൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആരാണ്, അവരാണ് അതിന്റെ ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടത്. ഡോക്ടേഴ്സിനോ ആരാണ് ചോദിക്കുന്നത് അവർക്ക് ആ ഇൻഫർമേഷൻസ് ഹാൻഡ് ഓവർ ചെയ്യേണ്ടത് അവരാണ്. ആൻഡ് ഇറ്റ് വിൽ ബി ഡോക്യുമെന്റഡ് ബൈ ദ അറ്റൻഡിങ് ഫിസിഷ്യൻ. അത്തരം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടർ, ഫിസിഷ്യൻ ആരാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊവൈഡർ ആണോ ആരാണോ നമ്മളോട് ചോദിക്കുന്നത് അവരാണ് അതൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്.
മനസ്സിലായതൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് ഓൾസോ ഫിസിക്കൽ സെക്ഷൻ, നമ്മളുടെ രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർ തന്നെയാണ് നമ്മളുടെ അടുത്ത് ഇരുന്നിട്ട് നമ്മളെ പരിശോധിക്കുന്നു. നമ്മുടെ ഇപ്പൊ എവിടെയെങ്കിലൊക്കെ കാലിലോ കൈക്കോ മസിലൊക്കെ എന്തെങ്കിലും വരണം അവർ പരിശോധിച്ചു നോക്കും. അത് കാരണം ബാഹികമായതാണ് അല്ലെ, ഫിസിക്കലാണ്, നമ്മുടെ ശരീരത്തിന്റെ ബോഡിയിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളൊക്കെയാണ്. അത് പരിശോധനയിലൂടെ അവർ കണ്ടെത്തുന്ന കാര്യങ്ങളും റെക്കോർഡ്, അതും അവർ കൃത്യമായിട്ട് അവരുടെ ഡോക്യുമെന്റിൽ റെക്കോർഡ് ചെയ്യുന്നു. അപ്പൊ ഹിസ്റ്ററി ആൻഡ് ഓൾസോ ഫിസിക്കൽ കണ്ടീഷൻ, നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു ഘടനയും മറ്റു കണ്ടീഷൻസും ഒക്കെ കൃത്യമായിട്ട് അസസ് ചെയ്ത് അല്ലെ നോക്കി പരിശോധിച്ച് അസസ് ചെയ്ത് നടത്തിയതിന് ശേഷം ക്യാരി ഓൺ ദെയർ ട്രീറ്റ്മെന്റ്. അതനുസരിച്ചിട്ടാണ് അവരുടെ ട്രീറ്റ്മെന്റ് അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, ഇതെല്ലാം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം എന്നാണ്. അതാണ് ഹിസ്റ്ററി ആൻഡ് ഫിസിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതൊരു ഡോക്യുമെന്റ് ആണ്, അതും പേഷ്യന്റിന്റെ ഡോക്യുമെന്റിന്റെ കണ്ടന്റ് ആയിരിക്കണം. ക്ലിയർ ആയോ? Clear ayo? The history component of the report describes, so underline cheyne, history component of the report describes any major illness and surgery the patient has had, any significant family history of disease, patient health habits and current medications. അതാണ് ഹിസ്റ്ററി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഫിസിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് തൊട്ട് താഴെ നാലാമത്തെ വരിയിലേക്ക് പോകുക. The physical section of this report describes the findings from the physician's hands on the examination of patient. പേഷ്യന്റിനെ പരിശോധിച്ചതിൽ നിന്നും കിട്ടുന്ന ശരീരത്തിൻ്റെതായ ചില കാര്യങ്ങൾ, ശാരീരികമായിട്ടുള്ള ചില പരിശോധനയിൽ നിന്ന് കണ്ടെത്തിയ കണ്ടെത്തലുകൾ, അതും ഡോക്യുമെന്റ് ആക്കി വെക്കണം. അതാണ് ഫിസിക്കൽ സെക്ഷൻ. രണ്ട് സെക്ഷനാണ്, ഹിസ്റ്ററി ഫിസിക്സും അതിനകത്ത് തന്നെ വന്നിരുന്നത്. രണ്ട് വിഷയമുള്ള ഹിസ്റ്ററിയും ഫിസിക്സും പഠിക്കുന്ന വിഷയമല്ല. ഹിസ്റ്ററി മീൻസ് ഹിസ്റ്ററി ഓഫ് ദ പേഷ്യന്റ് ആൻഡ് ഓൾസോ ദ ഫാമിലി ഹിസ്റ്ററി ഓഫ് ദ ഡിസീസ്ഡ് പേഴ്സൺ. പേഷ്യന്റ് ഹു ഈസ് ഇൻ ഡിസീസ്, രോഗം വന്നിരിക്കുന്ന രോഗിയുടെ ഫാമിലി ഹിസ്റ്ററിയിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും പേഷ്യന്റിന്റെ തന്നെ രോഗവിവരവും ഇതൊക്കെയാണ് ഹിസ്റ്ററിയിൽ. ക്ലിയർ ആയോ? ആ രണ്ട് സെന്റൻസ് ആണ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. So, this history, initial history which is collected by the physician. Physician ആണ് അപ്പൊ ഈ പറയുന്ന രോഗിയെ പരിശോധിക്കുന്നു, മുമ്പിൽ എത്തി പരിശോധിക്കുന്നതോടൊപ്പം തന്നെ ആളോട് ആളുടെ ഹിസ്റ്ററി ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു. അപ്പൊ ആ ഒരു ഇൻഫോർമേഷൻ വിച്ച് ഈസ് കളക്ടഡ് അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ്, ആ തുടക്കം തന്നെ കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് ദേ ക്യാൻ യൂസ് ഇറ്റ് ഡ്യൂറിംഗ് ദ പെർട്ടിക്കുലർ എപ്പിസോഡ് ഓഫ് കെയർ. ആ ഒരു കെയറിംഗിന്റെ എപ്പിസോഡിന് മുഴുവൻ അവർക്കത് ആ ഒരു റെക്കോർഡായിട്ട് സൂക്ഷിക്കാം. ആൻഡ് ഓൾസോ റീ അസസ്മെന്റിന് വേണ്ടി ഇനി വീണ്ടും ആളെ ഒന്ന് അവലോകനം ചെയ്യണം, അല്ലെങ്കിൽ ആളുടെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ് ഒക്കെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. Results of reassessment are generally recorded in progress notes. ഇനി ആ റീഅസസ്മെന്റ് നടത്തി, നേരത്തെ ചികിത്സ കൊടുത്തു, വീണ്ടും നമ്മൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ റീഅസസ് ചെയ്തു, ആളുടെ രോഗത്തിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയുണ്ട് എന്നൊക്കെ പരിശോധിച്ചു. അതൊക്കെ പരിശോധനകൾ നടത്തുന്നത് എന്താണ്, നമ്മൾ റെക്കോർഡ് ചെയ്യും. ആ റെക്കോർഡ് ചെയ്യുന്ന സ്ഥലമാണ് ഏത്, പ്രോഗ്രസ് നോട്ട്സ്. അതെന്താണത്, റെക്കോർഡ്. ഇപ്പൊ ഇന്ന് ചികിത്സയ്ക്കായിട്ട് വന്നു, ഭയങ്കര സീരിയസ് കണ്ടീഷനിലാണ് വന്നത്, അപ്പൊ നമ്മള് പരിശോധിക്കുന്നു, നമുക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ തരുന്നു. നാളെ രാവിലെ റൗണ്ട്സിന് വരുമ്പോൾ ഡോക്ടേഴ്സ് നോക്കുന്നു, വീണ്ടും പരിശോധിക്കുന്നു. സോ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ, അപ്പൊ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അപ്പൊ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ നോട്ട് ചെയ്യും. ഇന്നലെ പറഞ്ഞ പോലെയല്ല, ഇന്ന് ഇങ്ങനെയാണ്. സോ പ്രോഗ്രസ് നോട്ട്സ് ആണ് എത്രത്തോളം ആ ഒരു പേഷ്യന്റിന്റെ സ്ഥിതി, സിറ്റുവേഷൻ പ്രോഗ്രസ്ഡ് ആയി എന്നുള്ളത്, റിക്കവേർഡ് കണ്ടീഷനിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ എന്നിട്ട് ഈ റീ അസസ്മെന്റിലാണ് അവർക്ക് മനസ്സിലാക്കുക. അപ്പൊ അതിന്റെ റിസൾട്ട് പ്രോഗ്രസ് നോട്ട്സിൽ ഫിസിഷ്യൻസ് നോട്ടായിട്ട് തയ്യാറാക്കി വയ്ക്കുന്നു. അതും മറ്റൊരു റെക്കോർഡാണ്, മറ്റൊരു കണ്ടന്റ് ആണ്. അതായത് നമ്മുടെ മെഡിക്കൽ റെക്കോർഡിന്റെ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ റെക്കോർഡ്സിന്റെ മറ്റൊരു കണ്ടന്റ് ആണ് ഈ പറയുന്ന പ്രോഗ്രസ് നോട്ട്സ്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം. ആ ഒരു സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. റിസൾട്ട്സ് ഓഫ് റീഅസസ്മെന്റ് ആർ ജനറലി റെക്കോർഡഡ് ഇൻ പ്രോഗ്രസ് നോട്ട്സ്. ആ ഒരു സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്യാം.
യെസ്, പ്രോഗ്രസ് നോട്ട്സ് കൂടി ഒന്ന് പറഞ്ഞു വെച്ചേക്കാം. ഇനി എന്താണ് ഇപ്പൊ പ്രോഗ്രസ് നോട്ട്സ്? ആസ് ഐ ഹാവ് ടോൾഡ് ഏർലിയർ, നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞതുപോലെ, അതായത് ഓരോ പ്രാവശ്യവും നമ്മൾ പേഷ്യന്റിനെ വീണ്ടും വീണ്ടും സന്ദർശിച്ച് അവരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻ പ്രോഗ്രസ് ആയിട്ടുണ്ട്. ചിലപ്പോൾ ബൈസ്റ്റാൻഡേഴ്സ് ആയിരിക്കും ആ ഒരു ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. വട്ടവർ ഇറ്റ് മേ ബി, ഫിസിഷ്യൻസ് ആകാം, നഴ്സസ്. എല്ലാ ദിവസവും പേഷ്യൻസിന്റെ അടുത്ത് പോയി ചിലപ്പോഴൊക്കെ ഇച്ചിരി അധികം പ്രോഗ്രസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡോക്ടേഴ്സ് പിന്നെ ഹോസ്പിറ്റലിലൊക്കെ ഇറങ്ങുന്നില്ല, പിന്നീട് ചിലപ്പോൾ നഴ്സസിനെ ആയിരിക്കാൻ വിടുക. ഓക്കെ, അപ്പൊ നഴ്സസോ ഫിസിഷ്യൻസോ തെറാപ്പിസ്റ്റുകൾ ആൻഡ് സോഷ്യൽ വർക്കേഴ്സ് ഒക്കെ വന്നിട്ട് മറ്റ് സ്റ്റാഫുകളൊക്കെ they also collect information from the patient. They വന്നിട്ട് കളക്ട് ചെയ്യുന്ന നോട്ട് ആൻഡ് whatever they have collected it will be written as progress notes. അവർ കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് അതാത് ആൾക്കാര് ഇപ്പൊ ഞാൻ അവിടെ പോകുന്നെങ്കിൽ ഞാൻ കളക്ട് ചെയ്ത ഇൻഫോർമേഷൻ ഞാൻ നോട്ട് ചെയ്യും. ഇതെല്ലാം ചേർന്നതാണ് പ്രോഗ്രസ് നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ പ്രോഗ്രസ് നോട്ട് ആർക്കൊക്കെ തയ്യാറാക്കാം? ഫിസിഷ്യൻസ് തയ്യാറാക്കുന്നുണ്ട്, നഴ്സസ് ഉണ്ട്, തെറാപ്പിസ്റ്റ് ഉണ്ട്, സോഷ്യൽ വർക്കേഴ്സ്, അതർ സ്റ്റാഫുകൾ. ആ പേഷ്യന്റിന് ആരൊക്കെ കെയറിംഗ് കൊടുക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ടോ അവർ കണ്ടെത്തുന്ന ആ കാര്യങ്ങൾ, റിപ്പോർട്ട്സ്, അതൊക്കെ റെക്കോർഡായിട്ട് സൂക്ഷിക്കും. അതാണ് പ്രോഗ്രസ് നോട്ട്സ് എന്ന് പറയുന്നത്. സോ അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ ഈച്ച് പ്രൊവൈഡർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദെയർ നോട്ട്സ്. അവരുടെ നോട്ടിന്റെ, അവരുടെ പ്രോഗ്രസ് നോട്ടിന്റെ കണ്ടന്റുകൾക്ക് റെസ്പോൺസിബിലിറ്റി ആരായിരിക്കണം? അവരവർ തന്നെയായിരിക്കും. നേഴ്സ് ഒരു പ്രോഗ്രസ് നോട്ട് ഒരു പേഷ്യന്റിനെ സന്ദർശിച്ചു എഴുതി, അതിനകത്ത് എഴുതി വെച്ചത് അതിന് ഉത്തരവാദി ആൾ തന്നെയാണ്, ആ എഴുതിയ നേഴ്സ് തന്നെയാണ്. ഡോക്ടേഴ്സ് ആണ് പ്രോഗ്രസ് നോട്ട് എഴുതെങ്കിൽ അവരാണ് അതിന്റെ ഉത്തരവാദി. അല്ലാണ്ട് അയ്യോ ഇത് ഞാൻ എഴുതിയിട്ടല്ല, ഇത് മറ്റേ നേഴ്സ് എഴുതിയതാ, അത് ഇതെന്നൊക്കെ പറഞ്ഞ് മാറ്റി പറയാൻ പറ്റില്ല. അവര് ആരാണോ അത് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ട്, ആ ഒരു പ്രോഗ്രസ് നോട്ടിന്റെ റെക്കോർഡ് എഴുതി വെക്കുന്നത്, അത് അവര് തന്നെയാണ് ഉത്തരവാദി. പിന്നീട് ഒന്നും മാറ്റി പറയാൻ പറ്റില്ല. മനസ്സിലായോ? That means progress note, it is a reflection of patient's response according to the treatment. കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന് പേഷ്യന്റ് എങ്ങനെ റിയാക്ട് ചെയ്യും, പേഷ്യന്റിന്റെ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യും, അതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ പ്രോഗ്രസ് നോട്ട്സ് എന്ന് പറയുന്നത്. ഞാനിപ്പോ 100% രോഗമായിട്ട് ചെന്നിരിക്കുന്നു, പിറ്റേ ദിവസം ആയപ്പോൾ ഒരു 80% ഓക്കെ ആയി, അല്ല 20% ഓക്കെ ആയി. ദാറ്റ് മീൻസ് 80%ലേക്ക് ഞാൻ പ്രോഗ്രസ്ഡ് ആയി. അപ്പൊ ഫിസിഷ്യൻ വരുന്നു, നോക്കുന്നു, എന്തായാലും ഒരുപാട് വേഗം ഉണ്ട് ആളുടെ കണ്ടീഷൻ എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ 20% റിക്കവർ ആയി, 80%ലേക്ക് ഞാൻ എന്റെ ആ രോഗത്തിന്റെ സീരിയസ്നെസ് കുറഞ്ഞു. മനസ്സിലായി? അപ്പൊ ഡോക്ടർ അത് നോട്ട് ചെയ്ത് വെക്കും. അപ്പൊ ആ കൊടുക്കുന്ന പ്രോഗ്രസ് നോട്ടുകൾ എന്ന് പറയുന്നത് എനിക്ക് തന്ന ട്രീറ്റ്മെന്റിന്റെ റിഫ്ലക്ഷൻ ആണല്ലോ, അല്ലേ? മനസ്സിലായ കാര്യം? അസെൻഡൻസ് ഒക്കെ ആയിട്ടിരിക്കുന്നതെന്ന് ക്ലിയർ ആവുന്നുണ്ടോ? പറയോ? ഓക്കെ, അതാണ്. അപ്പൊ ആ ട്രീറ്റ്മെന്റിന്റെ റെസ്പോൺസ് ആണ് പ്രോഗ്രസ് നോട്ടായിട്ട് വരുന്നത്. ആരാണോ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യണോ, അല്ല ഇത് മതി, നിർത്തിക്കോ, കുഴപ്പമില്ല, എല്ലാം ഓക്കെ ആയി, 100% ഓക്കെ ആയി. പ്രോഗ്രസ് നോട്ടാണ് അത് അവരെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ആൻഡ് പ്രോഗ്രസ് നോട്ട്സ് തയ്യാറാക്കുമ്പോൾ അതിനൊരു പർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. നഴ്സസ് തയ്യാറാക്കുന്ന പ്രോഗ്രസ് നോട്ട് അവരുടേതായ രീതിയിൽ, മറ്റുള്ളവര് ഓക്കെ ഡോക്ടർ അവര്. പക്ഷെ ഒരു കോമൺലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് നോട്ടിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്, എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന പ്രോഗ്രസ് നോട്ട് നമ്മൾ എങ്ങനെ തയ്യാറാക്കുന്നത്. ആ തയ്യാറാക്കുന്നത് സോപ്പ് ഫോർമാറ്റിലാണ്. സോപ്പ് എന്ന് പറയുമ്പോൾ SOAP, പുള്ളിയുടെ സോപ്പ് അല്ല. ഇവിടെ സോപ്പ് ഓരോ അക്ഷരവും S സ്റ്റാൻഡ്സ് ഫോർ സബ്ജക്റ്റീവ് ആണ്, സബ്ജക്റ്റീവ് ഫൈൻഡിങ്സ്. ആ രോഗിയുടെ അടുത്ത് ചെന്നു, നമ്മൾ ചോദിച്ചു, കണ്ടെത്തി, അപ്പൊ നമ്മൾ കണ്ടെത്തിയ പ്രധാനപ്പെട്ട കാര്യം അതാണ് ആദ്യം തന്നെ അത് എഴുതുക. സബ്ജക്റ്റീവ് എന്ന് പറയുന്ന സോപ്പിന്റെ ആദ്യത്തെ അക്ഷരം. ഓക്കെ, അടുത്ത ഒബ്ജക്റ്റീവ് ഫൈൻഡിങ്സ്, എന്ത് ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ആ ഫൈൻഡിങ് നടത്തി അതും നമ്മൾ എഴുതുന്നു. രണ്ടാമത്തെ കാര്യം അതാണ് നോട്ട് ചെയ്യുന്നത്. മൂന്നാമത്തേത് അസസ്മെന്റ് ആണ്. മനസ്സിലായി? വിലയിരുത്തുകയാണ് ആളുടെ രോഗത്തിന്റെ ഇന്നലെ പോയതും ഇന്നത്തെ കണ്ടെത്തിയതുമായിട്ടുള്ള കാര്യം വിലയിരുത്തി. പ്ലാൻ, ഇനി എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. ഇനി എന്താണ് നെക്സ്റ്റ് പ്ലാൻ, ഫർദർ ട്രീറ്റ്മെന്റ് ഇനി പ്രൊവൈഡ് ചെയ്യണോ, അല്ല നമ്മുടെ ട്രീറ്റ്മെന്റ് ഇവിടെ നിർത്താം, ഡിസ്ചാർജ് ചെയ്യണം. ഓക്കെ, ആ ഒരു ഫോർമാറ്റിലായിരിക്കണം പ്രോഗ്രസ് നോട്ട്സ് എന്താ പറയാ ചെയ്യേണ്ടത്, കണ്ടക്ട് ചെയ്യേണ്ടത്. പ്രോഗ്രസ് നോട്ട്സ് തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു ഫോർമാറ്റിലാണ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു യൂസേജ്. പക്ഷെ ഓരോരുത്തരും അവരുടേതായ രീതിയിൽ പ്രോഗ്രസ് നോട്ട്സ് തയ്യാറാക്കാം. പക്ഷെ കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു സോപ്പ് ഫോർമാറ്റിലായിരിക്കും ഇന്ന് പ്രോഗ്രസ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. പ്രോഗ്രസ് നോട്ട്സ് ആർ മെയ്ഡ് ബൈ ദ ഫിസിഷ്യൻസ് എന്ന് തുടങ്ങി സ്റ്റാഫ് മെമ്പേഴ്സ് കെയറിംഗ് ഫോർ ദ പേഷ്യന്റ് വരെ. പിന്നെ അടുത്തത് പ്രോഗ്രസ് നോട്ട് ഷുഡ് റിഫ്ലക്ട് ദ പേഷ്യൻസ് റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ് അലോങ് വിത്ത് ദ പ്രൊവൈഡേഴ്സ് ഒബ്സർവേഷൻസ് ആൻഡ് പ്ലാൻസ് ഫോർ കണ്ടിന്യൂഡ് ട്രീറ്റ്മെന്റ്.
അടുത്ത സെന്റൻസ്, commonly used format for a progress note is SOAP format. Sentence. And the last one are SOAP formatting-ന്റെ 4 component. അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത രീതിയാണ്. സോപ്പിന്റെ S, O, A, P ഒക്കെ എന്തിനെ റെപ്രസെന്റ് ചെയ്തു എന്ന് കാണിക്കുന്നതാണ്. അത് അണ്ടർലൈൻ ചെയ്യാൻ. സോപ്പിന്റെ S for subjective findings, O for objective findings, and A for assessment, P for plan. കിട്ടിയോ? അണ്ടർലൈൻ ചെയ്ത സെന്റൻസുകളൊക്കെ മനസ്സിലായോ? ഓക്കെ അല്ലേ ഇവിടെ വരെ? അപ്പൊ ഇവിടെ വരെ നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് വരാം. അടുത്ത ദിവസത്തെ വീണ്ടും. സോ സീ യു. ബൈ. താങ്ക് യു. താങ്ക് യു.